Good morning, ma'am. Good morning, Zoe. Good morning, Rita. Good morning. Good morning, ma'am. Good morning. Good morning. Good morning, Fausia. Good morning, ma'am. Good morning. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 56 പേരായിട്ടുള്ളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സമയം കഴിഞ്ഞാല് നമ്മുടെ പോർഷൻസ് തീരില്ല. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? Yes, ma'am. ഓക്കെ, അപ്പൊ ഇന്ന് ആരാണ് റെഡി ആയേക്കണത്? നമ്മുടെ Rasna. പേര് പറയാ, ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പ്രയർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, Hello all, good morning. എൻ്റെ പേര് Rasna. I'm from Malappuram. There shall be showers of blessing. This is the promise of love. There shall be seasons for refreshing, sent from the Savior above. Showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Mercy drops round us are falling, but for the showers we plead. Thank you. ഓക്കെ. കോട്ടൂർന്ന് റഷീദ. റഷീദ. ഓക്കെ, റഷീദ എവിടെയാണ് സ്ഥലം? എറണാകുളം. എറണാകുളത്ത് എവിടെ? എറണാകുളം എയർപോർട്ടിന്റെ ബാക്കില്. ഓക്കെ ഓക്കെ. ഓക്കെ, തോട്ട് ഓഫ് ദ ഡേ പറഞ്ഞു. Good morning, all. My name is Rashida. I am from Ernakulam. When one door of happiness closes, another opens, but often we look so long at the closed door that we do not see the one that has been opened for us. Helen Keller. Once more. When one door of happiness closes, another opens, but often we look so long at the closed door that we do not see the one that has been opened for us. Helen Keller. ഓക്കെ, വേറെ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ ഒരുപാട് മെസ്സേജ് തരുന്നത് ലാസ്റ്റ് 5 മിനിറ്റ് തരാം. ഓക്കെ മാം, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. മാം, ഈ മോണ്ടിസോറി അതിന്റെ സ്കൂളിന്റെ പേരേ ഈ കാസാഡേ മാമിനി എഴുതിയേക്കുന്നതിനകത്ത് DEI അല്ലേ വരൂ? DIE വരത്തില്ലല്ലേ? കസാരി ഫാമിലിയുടെ DIE ഡൈ മരിക്കുക അതല്ലല്ലോ വരുന്നത്, DEI അല്ലേ വരുന്നേ? നോക്കട്ടെ കേട്ടാ, ഒരു മിനിറ്റ്. DEI ആണ് നല്ലത്. DEI. ഓക്കെ മാം, ദി പ്രിന്റിങ്ങിന്റെ മിസ്റ്റേക്കാ. ഓക്കെ ഓക്കെ. അതിന് കറക്റ്റ് നമ്മുടെ മറ്റേ ഇതിലെ സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ ഒരു 2 പേജ് കഴിഞ്ഞൊന്ന് മറച്ചു നോക്കിയാൽ സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിനിൽ കറക്റ്റ് സ്പെല്ലിംഗ് കൊടുത്തിട്ടുണ്ട്. കണ്ട? സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ. കണ്ടു. മറ്റേത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. അതാണ് DEI ആണ് കറക്റ്റ്. ഓക്കെ മാം. ഓക്കെ, ഇങ്ങനെ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാണ്ട. കാരണം സ്പെല്ലിംഗ് നിങ്ങൾ കൂടുതലും നമ്മൾ ടെക്സ്റ്റ് മാത്രം വായിക്കരുത്. നമ്മൾ സാധാരണ സിലബസ് പോലെ പഠിക്കുന്നതല്ല മോണ്ടിസോറി എന്ന് പറയണത്. അത് നമ്മൾ ഒരുപാട് ബുക്കുകളിൽ നിന്ന്, നമ്മൾ ഗൂഗിളിൽ നിന്നായാലും വേറെ കുറെ റെഫർ ചെയ്തിട്ട് നമ്മൾ അതിന്റെ റിവ്യൂ ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങള് ഗൂഗിളിലൊക്കെ എടുക്കുമ്പോൾ കറക്റ്റ് നോക്കാം സ്പെല്ലിംഗ്. നമ്മുടെ
ഇത് മാത്രം വായിച്ച് ബൈഹാർട്ട് ചെയ്ത് പോണ സാധനമല്ല മോണ്ടിസോറി എന്ന് പറയുന്നത്. നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ കണ്ടുപിടിക്കുക, നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക, എന്താണെന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക, എന്നിട്ട് നമ്മുടേതായ ഒരു റിവ്യൂ എഴുതുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് തുടങ്ങാം. നമ്മള് ലവ് ഓഫ് റിപ്പിറ്റേഷൻ ആണ് ഇനി എടുക്കേണ്ടത് അല്ലേ? അതെ മാം. ഇത് മെന്റൽ കോൺസെൻട്രേഷന്റെ ബാക്കിയായിട്ട് വരുന്നതായിട്ടാ. മെന്റൽ കോൺസെൻട്രേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒരു കുട്ടി മറ്റേ നോർപ്പിഡ് ആ സിലിണ്ടർ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് മെന്റൽ, ആ കുട്ടിയുടെ നമ്മുടെ മെന്റൽ കോൺസെൻട്രേഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതിന്റെ ബാക്കിയാണ് ലവ് ഓഫ് റിപ്പിറ്റേഷനും ലവ് ഓഫ് ഓർഡർ, ഫ്രീഡം ഓഫ് ചോയ്സ്, ലവ് ഓഫ് വർക്ക്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാ വരുന്നത്. ഇനി നമുക്ക് നോക്കാം ലവ് ഓഫ് റിപ്പിറ്റേഷൻ. ഒരാൾ വായിച്ചേ, ആരാ വായിക്കാൻ റെഡി ആയിക്കണേ? ഞാൻ വായിക്കട്ടെ. വിദ്യ. ആ, വിദ്യ. വിദ്യയുടെ സ്ഥലം എവിടെയാണ്? എന്റെ സ്ഥലം കൊട്ടാരക്കര. കൊട്ടാരക്കര. കൊല്ലം. ഓക്കെ, ആ വായിച്ചോ. Love of repetition. The second revelation made by children through their automatic work was the need to repeat the same thing again and again. It is through repetition that real development occurs afterwards. In The Secret of Childhood, Maria Montessori wrote about how she taught the children to wash their hands and observed that the children would go on to wash even after they were cleaned. ഓക്കെ, എന്താന്ന് വെച്ചാ ലവ് ഓഫ് റിപ്പിറ്റേഷൻ. ലവ് ഓഫ് റിപ്പിറ്റേഷൻ വെച്ചാൽ എന്താ? വീണ്ടും വീണ്ടും ആവർത്തിച്ച് സ്നേഹിക്കുക എന്ന് വെച്ചാല് ഇത് കുട്ടി ചെയ്യുന്ന വർക്ക്. നമ്മൾ ഇവിടെ മെന്റൽ കോൺസെൻട്രേഷനിൽ ആ കുട്ടി ചെയ്യുന്ന വർക്ക് നമ്മൾ കണ്ടു. എന്ത് വെച്ചിട്ടാ? അതിങ്ങനെ അതിന് പിന്നെയും അത് ശരിയായില്ലെങ്കിലും ക്ഷമോടുകൂടി ഇരുന്ന് കുട്ടി എന്ത് ചെയ്യേ? വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് അല്ലെ? അപ്പൊ അതിനൊരു ദേഷ്യം വരില്ല കുട്ടിക്ക് അത് ചെയ്യാനായിട്ട്. നോബിഡ് സിലിണ്ടർ വെച്ച് കുട്ടി അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ കുട്ടിക്ക് ദേഷ്യം വരുന്നില്ല, ഇത്തരത്തിൽ പോകണമെന്നൊന്നും തോന്നണില്ല. ഞാൻ ഓൾ മ്യൂട്ട് ആക്കട്ടെ, എല്ലാം ഡിസ്റ്റർബ് ഉണ്ടാ? ആ, ഓക്കെ. നമ്മളിവിടെ ലവ് ഓഫ് റിപ്പിറ്റേഷനിൽ പറഞ്ഞത് കുട്ടി നോബിഡ് സിലിണ്ടർ വെച്ച് കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടിയുടെ മെന്റൽ കോൺസെൻട്രേഷനെ കുറിച്ച് അവിടെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് ദേഷ്യം വരുന്നില്ല, ഇത് ശരിയാവണില്ല. ചിലപ്പോ ഫസ്റ്റിന്റെ വലിയൊരു നോബ് എടുത്ത് ചെറിയ ഹോളിൽ വെക്കണ്ടാവും, എന്നിട്ടും ശരിയാവണില്ല. അതിന്റെ സൂട്ടബിൾ ആയിട്ട് കറക്റ്റ് കൊച്ചു കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ വെച്ച് 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 ലാസ്റ്റ് ആണ് കുട്ടിക്ക് അത് മനസ്സിലാവുന്നുള്ളൂ. അത്രയും നേരം അത് ക്ഷമയോട് കൂടി ഇരുന്ന് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുട്ടിക്ക് അത് ഇഷ്ടത്തോടു കൂടിയാണ് കുട്ടി വീണ്ടും വീണ്ടും അത് റിപ്പീറ്റേഷൻ ചെയ്യണത്. ലവ് ഓഫ് റിപ്പീറ്റേഷൻ, ഇഷ്ടത്തോടു കൂടി ആവർത്തിച്ചിട്ട് അത് സ്നേഹിക്കാന്ന് പറയണത് കുട്ടി ഇട്ടെറിഞ്ഞു പോണില്ല. കുട്ടിക്ക് നല്ല ഒരു ഇഷ്ടത്തോടു കൂടി എന്താവും ഞാനത് ശരിയാക്കും എന്നുള്ള ആ മൈൻഡിൽ ഇരിക്കുകയാണ്. അതാണ് ദ സെക്കൻഡ് റിവലേഷൻ മെയ്ഡ് ബൈ ചിൽഡ്രൻ ത്രൂ ദയർ ഓട്ടോമാറ്റിക് വർക്ക് വാസ് ദ നീഡ് ടു റിപ്പീറ്റ് ദ സെയിം തിങ് അഗെയിൻ ആൻഡ് അഗെയിൻ. എന്ന് വെച്ചാൽ എന്താ? ഒരു കാര്യം തന്നെ കുട്ടി വീണ്ടും വീണ്ടും ആവർത്തിക്കുക, അത് ശരിയാക്കാനായിട്ട് പിന്നെയും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു കാര്യം തന്നെ കുട്ടി വീണ്ടും വീണ്ടും ആവർത്തിക്കണം എന്നതായിരുന്നു ആ കുട്ടി ചെയ്യുന്ന ജോലി. ആ യാന്ത്രിക ജോലി എന്ന് പറയുന്നത് ഒരു യന്ത്രം പോലെ എത്ര മണിക്കൂർ വേണമെങ്കിലും ആ കുട്ടിക്ക് യാന്ത്രിക ജോലി പോലെയാണ് ആ കുട്ടി ചെയ്യുന്നത്. ആ ജോലിയിലെ കുട്ടികൾ നടത്തിയ അതാണ് രണ്ടാമത്തെ നമ്മുടെ മറിയ മോണ്ടിസോറി കണ്ടുപിടിച്ച രണ്ടാമത്തെ വെളിപ്പെടുത്തൽ. ഫസ്റ്റ് ഏതായിരുന്നു? മെന്റൽ കോൺസെൻട്രേഷൻ, ആ കുട്ടിക്ക് ഇരിക്കാനുള്ള ആ ഒരു ഇത്. രണ്ടാമതാണ് കണ്ടുപിടിച്ചത് എന്താ? കുട്ടി ഇങ്ങനെ ആവർത്തിച്ച് ഇരിക്കുകയാണ്. ഇത് ചെയ്യാനുള്ള ആ ഒരു ഇഷ്ടത്തോടു കൂടി ആ കുട്ടി ഇത് ചെയ്യാനായിട്ട് വർക്ക് നീഡ് ടു റിപ്പീറ്റ് ദ സെയിം തിങ് അഗെയിൻ ആൻഡ് അഗെയിൻ. അപ്പൊ വീണ്ടും. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായത് കുട്ടിക്ക് ആ ജോലി ചെയ്യാനായിട്ട് കുട്ടികൾ നടത്തിയ ആ ഒരു നോബിഡ് സിലിണ്ടറാണ് കുട്ടി അത് വെച്ചാണ് കഴിക്കുന്നത്. അതിന് എത്ര തവണ വേണമെങ്കിലും അത് റെഡിയാക്കിയിട്ട് അതിനുള്ള ഒരു ക്ഷമയോട് കൂടി ഇരിക്കാനുള്ള അതായിരുന്നു കുട്ടിയുടെ ആ ഒരു ലവ് ഓഫ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. ആവർത്തനം എന്നത് കുട്ടി വീണ്ടും വീണ്ടുമാണ് ചെയ്യുന്നത്. അത് അതേ ജോലിയിൽ കറക്റ്റ് ഏർപ്പെടുന്നു എന്നല്ല ഉദ്ദേശിച്ചത്. എന്താ? കുട്ടിയുടെ കണ്ടെത്തല്. കുട്ടി എന്താണ് അതിൽ ചെയ്യാൻ കണ്ടെത്തുന്നത്, അതിന്റെ ഗെയിം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് കുട്ടി അവിടെ ഇരിക്കുന്നത്. കുട്ടി ഓരോ തവണ ശരിയാവാണ്ട് ഒരു നോബിൽ വെച്ച്
മറ്റേ ലോബിയിൽ നിന്ന് എടുത്ത് വേറെ ലോബിയിൽ വെക്കുമ്പോൾ അത് ശരിയാവണില്ല. എന്നാലും കുട്ടി എന്തുകൊണ്ടാണ് അത് ചെയ്യണേ? പിന്നെയും പിന്നെയും ഇത് ശരിയാവും എന്നുള്ള ആ കുട്ടിയുടെ മനസ്സിലുള്ള ആ ഒരു വിശ്വാസം കൊണ്ടാണ് കുട്ടി അങ്ങനെ ഇരുന്ന് ചെയ്യണത്. ഓക്കെ, ഇറ്റ് ഈസ് ത്രൂ റിപ്പിറ്റീഷൻ ദാറ്റ് റിയൽ ഡെവലപ്മെന്റ് ഒക്കേഴ്സ് ആഫ്റ്റർവാർഡ്സ്. എന്താ? ഈ ആവർത്തനത്തിലൂടെയാണ് കുട്ടിയുടെ യഥാർത്ഥ ഡെവലപ്മെന്റ് ഒക്കേഴ്സ് റിവാർഡ്സ്. ആവർത്തനത്തിലൂടെയാണ് കുട്ടിയുടെ യഥാർത്ഥ വികസനം സംഭവിക്കുന്നത്. അതാണ് പറഞ്ഞത്. ആവർത്തനം പിന്നെയും പിന്നെയും കുട്ടി ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്തു, രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തു, പിന്നെ ശരിയായില്ല, പിന്നെ കുട്ടി വീണ്ടും ശരിയാവാത്തത് പോലെ പിന്നെ ചെയ്യില്ല. പിന്നെ ചെയ്യണത് വേറെ രീതിയിലായിരിക്കും. അതും ശരിയാവണ്ടാവുമ്പോ ആ രീതി കുട്ടി മാറ്റി അടുത്ത രീതി എടുക്കും. അപ്പൊ കുട്ടിക്ക് മനസ്സിലായി ഈ കൂടി ലാസ്റ്റ് കുട്ടി എന്തിലെത്തും? വിജയത്തിലെത്തും. അപ്പൊ ഇതിന്ന് ആവർത്തനത്തിലൂടെയാണ് യഥാർത്ഥ ഡെവലപ്മെന്റ് മെത്തഡ് പിന്നീട് സംഭവിക്കുന്നത്. അതാണ് അതിൽ പറഞ്ഞത്. In the Secret of Childhood, Maria Montessori wrote about how they taught the children to wash their hands and observed that the children would go on to wash even after they were cleaned. എന്ന് വെച്ചാൽ എന്താ? The Secret of Childhood എന്ന് വെച്ചാൽ കുട്ടിക്കാലത്തിന്റെ, കുട്ടിയുടെ ആ ഒരു ഏജ്, ആ ഒരു സമയത്തിന്റെ ആ ഒരു രഹസ്യം എന്നത് ഡോക്ടർ മറിയ മോണ്ടിസോറി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എങ്ങനെയാണ് മറിയ മോണ്ടിസോറി ആ കുട്ടികളുടെ ആ ഒരു സീക്രട്ട്, കുട്ടികളുടെ ആ ഒരു ഏജിലുള്ള ആ സീക്രട്ട് മറിയ മോണ്ടിസോറി എങ്ങനെയാണ് വിലയിരുത്തണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് വിലയിരുത്തണേ? കുട്ടികളെ ഹൗ ഷീ ടോട്ട് ദ ചിൽഡ്രൻ ടു വാഷ്. മോണ്ടിസോറിയുടെ ബുക്കിലില്ലേ മാം? മോണ്ടിസോറിയുടെ ബുക്കിലില്ലേ ഇതൊന്നും? ലവ് ഓഫ് റിപ്പിറ്റേഷൻ നിങ്ങളുടെ ബുക്കിലില്ലേ? ബുക്കാണോ? ഉണ്ട്. പിന്നെന്താ ചോദിച്ചേ? ഓക്കെ, പിന്നെന്താ ചോദിച്ചത്? സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ് മറിയ മോണ്ടിസോറി റോട്ട് എന്ന് വെച്ചാൽ എന്താ? ഓക്കെ, അമ്യൂട്ട് ആക്കോ. ഓക്കെ ഓക്കെ, ആ പറഞ്ഞോ മാം. ഈ സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ് മറിയ മോണ്ടിസോറിയുടെ ബുക്കാണോന്നാ ഞാൻ ചോദിച്ചത്. മറിയ മോണ്ടിസോറി എഴുതിയ ഒരു ബുക്കാണോന്നാ ഞാൻ ചോദിച്ചത്. മറിയ മോണ്ടിസോറി സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ് മറിയ മോണ്ടിസോറി റോട്ട്. മറിയ മോണ്ടിസോറി എഴുതിയ ഒരു ബുക്കാണ്. പക്ഷെ അതിൽ മറിയ മോണ്ടിസോറി ആ ബുക്കിനെ കുറിച്ച് എഴുതാനുള്ള കാരണം എന്താണെന്നുള്ളത് നിരീക്ഷിച്ച്, കുട്ടികളെ നിരീക്ഷിച്ചിട്ടുള്ളത് പറയും. അതാണ് ഇത് പറഞ്ഞ് ലാസ്റ്റ് തീരട്ടെ, സെന്റൻസ് തീർന്നിട്ട് നിങ്ങൾ പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്താ? ദ സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ് അതാണ് കുട്ടികളുടെ എന്താ? കുട്ടിക്കാലത്തിന്റെ രഹസ്യം. അത് മറിയ മോണ്ടിസോറി അതിൽ എഴുതിയത് അബൌട്ട് ഹൗ. അതിനെ നിരീക്ഷിച്ചു കുട്ടി മറിയ മോണ്ടിസോറി ആ കുട്ടികളെ നിരീക്ഷിച്ചു. എങ്ങനെ? ഹൗ ഷീ ടോട്ട് ദ ചിൽഡ്രൻ ടു വാഷ് ദെയർ ഹാൻഡ്സ് ആൻഡ് ഒബ്സർവ്ഡ് ദാറ്റ് ദ ചിൽഡ്രൻ വുഡ് ഗോ ഓൺ ടു വാഷ് even after they were cleaned. എന്ന് വെച്ചാൽ എന്താ? കുട്ടികളെ കൈ കഴുകാൻ മറിയ മോണ്ടിസോറി പഠിപ്പിച്ചു. എങ്ങനെയാണ്? അപ്പൊ കുട്ടികളെ മറിയ മോണ്ടിസോറിക്ക് ഈ കുട്ടികളുടെ ആ ഒരു ഏജ്, കുട്ടികളുടെ ആ ഒരു ഏജിന്റെ ആ ഒരു സീക്രട്ട് എങ്ങനെയാണ് മറിയ മോണ്ടിസോറി അത് മനസ്സിലാക്കിയത്? കുട്ടികളെ കൈ കഴുകാനായിട്ട് മറിയ മോണ്ടിസോറി പഠിപ്പിച്ചു. എങ്ങനെയാണ് കുട്ടികളെ കൈ കഴുകണതെന്നും പഠിപ്പിച്ചതെന്നും അത് വൃത്തിയാക്കിയ ശേഷം കുട്ടികൾ എങ്ങനെയാണ് കൈ കഴുകാൻ പോകുന്നതെന്നും മറിയ മോണ്ടിസോറി നിരീക്ഷിച്ചു. മറിയ മോണ്ടിസോറി നോക്കി വെക്കുകയാണ്. കുട്ടികള് എല്ലാവരും കൂടി കൈ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കൈ കഴുകാൻ പോണതും അത് കഴിഞ്ഞു വന്നു, കുട്ടികളെ കഴിഞ്ഞു വന്നു കൈ തിരിച്ച് അവർ കൈ കഴുകി വരുന്നതും മറിയ മോണ്ടിസോറി അവിടെ നിന്ന് നിരീക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്താണ് തോട്ട് മീനിങ് എന്ന് വെച്ചാൽ എന്താ? തോട്ട് യൂസ് ചെയ്തിട്ട് തോട്ട് എന്താ? പഠിപ്പിച്ചു, പഠിപ്പിച്ചു, ടീച്ച് പഠിപ്പിക്കുക. അതിന്റെ പാസ്റ്റ് ആണ് തോട്ട്, പഠിപ്പിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടീച്ചർ ഗ്രാമർ എടുക്കുമ്പോ V1, V2, V3 ഫോം ഒക്കെ പറയുന്നില്ലേ? ഈ തോട്ട് എന്ന് പറയണത് V2 ഫോം ആണ്. V2, V3 പാസ്റ്റ് പാർട്ടിസിപ്പിള് പാസ്റ്റ്. പാസ്റ്റ് എന്ന് പറയണത് എന്താ? നമ്മൾ കഴിഞ്ഞു പോയത്. ഇനിയിപ്പോ ഇവിടെ ഇംഗ്ലീഷ് ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ ഇംഗ്ലീഷ് ടീച്ചർ പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ ടീച്ചിന്റെ പാസ്റ്റ് ആണ് തോട്ട്. അപ്പോഴറിഞ്ഞാൽ മതി. ടീച്ച്
പഠിപ്പിക്കുക, തോട്ട് പഠിപ്പിച്ചു. അപ്പൊ ഈ സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡില് മറിയ മോണ്ടിസോറി എഴുതി അതിനെ കുറിച്ച് എന്താ, ഷീ തോട്ട്, അവള് പഠിപ്പിച്ചു കുട്ടികളെ എങ്ങനെയാണ് കൈ കഴുകേണ്ടത്, ദെയർ ഹാൻഡ്സ്. എന്നിട്ട് അത് നിരീക്ഷിച്ചു, കൈ കഴുകേണ്ടത് എങ്ങനെയാണെന്ന് മറിയ മോണ്ടിസോറി പഠിപ്പിച്ചു. അതിനുശേഷം ചിൽഡ്രൻ ഗോ ഓൺ ടു വാഷ് ഈവൻ ആഫ്റ്റർ ദ വർ ക്ലീൻഡ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം കുട്ടികൾ എന്ത് ചെയ്തു, അതുപോലെ തന്നെ കറക്റ്റ് നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് കുട്ടികള് കൈ കഴുകാൻ പോകണം. അത് അവിടെ ഇരുന്ന് മറിയ മോണ്ടിസോറി കണ്ടു. സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡില് അങ്ങനെയാണ് മറിയ മോണ്ടിസോറി കുട്ടികളുടെ ഈ ഇത് എഴുതിയത്. ഓക്കെ, അപ്പൊ ലവ് ഓഫ് റിപ്പിറ്റീഷൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞു വീണ്ടും വീണ്ടും ഒരു കാര്യം കുട്ടി തന്നെ ചെയ്ത് അത് ആവർത്തിച്ച്, ഗെയിമിലോ ആയാലും എന്ത് കാര്യമായാലും കുട്ടികള് ഈ ആവർത്തനം എന്നത്, റിപ്പിറ്റീഷൻ എന്നതാണ് കുട്ടികൾക്ക് കിട്ടണേ. അത് ആരെ പഠിപ്പിച്ചു കൊടുത്തേ? മറിയ മോണ്ടിസോറി അവിടെ ഇരുന്ന് ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ആവർത്തനം എന്നത് പരിസ്ഥിതിയിൽ നിന്നാണ് കുട്ടികൾ പഠിച്ചത്. എൻവയോൺമെന്റ് അവരൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറക്കി വിട്ട് പരിസ്ഥിതിയുമായിട്ട്. അപ്പൊ ഒരു പാഠം നൽകണത് ഈ കുട്ടിയുടെ എന്തിനാ, പരിസ്ഥിതിയാണ് കൂടുതലും ഇതിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങള് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും, പിന്നെ നമുക്ക് ഫ്രീ നമ്മുടെ ക്ലാസ് കഴിയുന്ന സമയത്ത് മറിയ മോണ്ടിസോറിയുടെ ഫുൾ ഒബ്സർവേഷനും ഈ ലവ് ഓഫ് റിപ്പിറ്റീഷനും ലവ് ഓഫ് ഓർഡർ ഒക്കെ വെച്ചിട്ടുള്ള യൂട്യൂബില് വീഡിയോസ് ഉണ്ട്. അത് നമ്മുടെ ക്ലാസ് കഴിയണമെന്ന് നിങ്ങൾക്ക് 2-3 വീഡിയോസ് ഇതിൽ കാണിച്ചു തരും. നിങ്ങൾക്ക് കാണാൻ പറ്റും, പക്ഷെ ഒരുപാട് പേർക്ക് അതിക്കൂടെ എങ്ങനെയാണ് എടുക്കണ്ടേ എന്ന് പറഞ്ഞുകൂടാ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലവ് ഓഫ് റിപ്പിറ്റീഷൻ ഹാൻഡ് വാഷും തമ്മിൽ എന്തേലും, ലവ് ഓഫ് റിപ്പിറ്റീഷൻ ഹാൻഡ് വാഷ് എന്ന് പറയണത് കുട്ടികളുടെ ആ ഒരു ആവർത്തനത്തിന്റെ കാര്യം പറയണതാണ്. കുട്ടികളെ ആ സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡിൽ മറിയ മോണ്ടിസോറി ആ ഒരു ബുക്കില്, മറിയ മോണ്ടിസോറിയുടെ സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ് എന്ന് പറയണ ആ ഒരു ബുക്കില് ഇതിനെ കുറിച്ച്, ലവ് ഓഫ് റിപ്പിറ്റീഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് മെയിൻ ആയിട്ട് കൈ കഴുകണ കാര്യങ്ങൾ. ഇപ്പൊ ഇതിന് ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, ചെറിയൊരു സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡിന്റെ ചെറിയൊരു കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അത് മറിയ മോണ്ടിസോറി കുട്ടികളെ നിരീക്ഷിച്ചു. എന്തിനാ, കൈ കഴുകാൻ പഠിപ്പിച്ചു. അതിനുശേഷം അത് വൃത്തിയാക്കി ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്താ, വീണ്ടും വൃത്തിയാക്കാനായിട്ട് അവര് കുട്ടികൾ പോകണം, കൈ കഴുകാൻ പോകണം എന്ന് മറിയ മോണ്ടിസോറി അതാണ് ആ ബുക്കിൽ പറഞ്ഞേക്കണേ. അതിന്റെ ഡീറ്റെയില് ഓക്കെ മാം, ഇതില് ഈവൻ ആഫ്റ്റർ ദേവർ ക്ലീൻഡ് എന്ന് പറയുമ്പോൾ അവര് ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്തിട്ട് ഇത് ലവ് ഓഫ് റിപ്പിറ്റേഷനിൽ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്തു അപ്പം വീണ്ടും വീണ്ടും ക്ലീൻ ചെയ്യുന്നതാണോ ഈവൻ ആഫ്റ്റർ ദേവർ ക്ലീൻഡ് ലാസ്റ്റ് ആ വേർഡിൽ ഉദ്ദേശിക്കുന്നത്? ലവ് ഓഫ് റിപ്പിറ്റീഷൻ എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുക അല്ലെ. അപ്പൊ ഇതിൽ ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ മറിയ മോണ്ടിസോറി ഉൾക്കൊണ്ടത് എന്താ, കുട്ടികൾ കൈ എഴുതാനായിട്ട് ഒരു പ്രാവശ്യം മോണ്ടിസോറി പറഞ്ഞിട്ടുള്ളൂ കൈ എഴുതാൻ പോണെന്ന്. പിന്നെ എന്ത് കിട്ടിയാലും എപ്പോഴും കൈ കഴുകണം എന്നല്ല ഉദ്ദേശിച്ചത്. കുട്ടീനെ കൈ കഴുകാൻ മാത്രമേ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകാൻ മാത്രമേ മറിയ മോണ്ടിസോറി പഠിപ്പിച്ചിട്ടുള്ളൂ. ഷീ ടോട്ട് ദ ചിൽഡ്രൻ ടു വാഷ് ദെയർ ഹാൻഡ്സ്. കുട്ടി അങ്ങനെ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ മറിയ മോണ്ടിസോറി നീങ്ങി നിന്ന് ഒബ്സർവ് ചെയ്തു. എന്താ ഒബ്സർവ് ചെയ്തേ? ദ ചിൽഡ്രൻ, കുട്ടികള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പോയി കൈ കഴുകണത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് പിന്നെ ഒരു പ്രാവശ്യം മാത്രമേ മറിയ മോണ്ടിസോറിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നുള്ളൂ. കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കണം. തിരിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കൈ കഴുകണമെന്ന് മറിയ മോണ്ടിസോറി പറഞ്ഞിട്ടില്ല, കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. കുട്ടികൾ തന്നെ പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, പോയി കൈ കഴുകി. ഇനി കുട്ടികൾ എന്തെടുത്താലും കയ്യില് എന്തെങ്കിലും അന്തരത്തതായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികളോട് പറയേണ്ട കാര്യമില്ല. അവര് തന്നെ പോയി എന്ത് ചെയ്തോളൂ, കൈ കഴുകിക്കോളും. ഓക്കെ, അതായത് മാം അവര് കൈ ഓൾറെഡി ക്ലീൻ ആണെങ്കിലും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അവരത് പിന്നെയും ചെയ്യുന്നു ആണോ, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? ചെയ്യുന്നല്ല ഉദ്ദേശിച്ചത്. ഒരു പ്രാവശ്യം അവര് പറഞ്ഞു കൊടുത്തതിന് കുട്ടികൾക്ക് പിന്നെ അത് എന്ത് കൈ കഴുകേണ്ട ആവശ്യം വന്നാലും നമ്മൾ അത് പറഞ്ഞു കൊടുക്കണ്ട. വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യണ്ട. കുട്ടികളോട് പോയി കൈ കഴുകുന്ന നമ്മൾ പറയണ്ട. കുട്ടികള് ഒരു പ്രാവശ്യം അത് മനസ്സിലാക്കിയ കുട്ടികൾ എന്ത് ചെയ്യും, സ്വയം ചെയ്യും. കുട്ടികള് തന്നെ പോയി വീണ്ടും 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 എന്തൊരാവശ്യത്തിനും, അല്ലാതെ എപ്പോഴും പോയി വെള്ളത്തിൽ പോയി കുട്ടികൾ കൈ കഴുകണമെന്നല്ല ഉദ്ദേശിച്ചത്. ഒരു പ്രാവശ്യം അവരുടെ ക്ലീൻ ആയിട്ട് ഇരുന്നാലും അവരൊന്നും കൂടെ ആ ഒരു റെപ്പറ്റീഷൻ കാണിക്കുന്നു എന്നല്ലേ, അവരൊന്നും കൂടെ പോയി കൈ അങ്ങനെയാണ്.
റെപ്പിറ്റീഷൻ കാണിക്കുന്നു എന്നാണ് ഇവിടെ ഫസ്റ്റ് പറഞ്ഞത്. റിപ്പിറ്റീഷൻ കുട്ടികൾ ആ ഗെയിം കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾ അത് ഇഷ്ടത്തോടു കൂടി അവർ വീണ്ടും വീണ്ടും അത് ചെയ്യുന്നു. റിപ്പിറ്റീഷൻ. ഓക്കെ. അപ്പൊ ഈ കുട്ടികളുടെ ജോലിയിൽ ഒരു യാന്ത്രിക ജോലി പോലെയാണ് കുട്ടികളെ ചെയ്യണേ. യാന്ത്രിക ജോലി എന്ന് പറയുന്നത് എന്താ? കുട്ടികൾക്ക് നമ്മളെങ്കിലും ഒരു 10 പ്രാവശ്യം ഇരുന്ന് ശരിയാക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എണീറ്റ് പോകും. കുട്ടികൾ ഇരുന്ന് അത് ശരിയായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഒരു തവണ പറഞ്ഞു കൊടുത്ത ആ ഒരു കൈ കഴുകേണ്ട സാഹചര്യം തന്നെ പറഞ്ഞത് അവർക്ക് ഒരു തവണ ആ മോണ്ടിസോറി മേഡം പറഞ്ഞു കൊടുത്തു. നമ്മുടെ മറിയാം മോണ്ടിസോറി ഒരു തവണ പറഞ്ഞു കൊടുത്തു, കൈ കഴുകാൻ പഠിപ്പിച്ചു. പിന്നത്തെ പ്രാവശ്യം ആ കുട്ടി എന്ത് ചെയ്തു? കൈ കഴുകേണ്ട ആവശ്യമുണ്ട്. ഇവര് കുട്ടികൾ എന്ന് പറയുമ്പോൾ എപ്പോഴും കൈ മഴുക്കാവും അല്ലെ? അപ്പൊ ഒരു തവണ പറഞ്ഞു കൊടുത്ത ആ കുട്ടിക്ക് എത്ര തവണ വേണമെങ്കിലും കൈ മഴുക്കാവുമ്പോ പോയി കഴുകാം. അഴുക്കാവണമെങ്കിൽ ആ കുട്ടീനെ പിന്നെ നമ്മൾ വീണ്ടും പോയി കൈ കഴുക്, പിന്നെ കൈ കഴുകുന്ന് പറയേണ്ട കാര്യമില്ല. ഒരു പ്രാവശ്യം ഇവിടെ പഠിപ്പിച്ചു കൊടുത്തു, പിന്നെ തന്നെ പോയി ചിൽഡ്രൻ വുഡ് ഗോ ഓൺ ടു വാഷ് ഈവൻ ആഫ്റ്റർ ദേ വർ ക്ലീൻഡ്. ക്ലീൻ ആവാനുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് എപ്പോ വേണമെങ്കിലും ഇത് കുട്ടികൾ കഴുകാൻ പോണെന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മറിയാം മോണ്ടിസോറി. അവർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക കുട്ടികൾ എത്ര വട്ടം കൈ കഴുകണുണ്ട്. അപ്പൊ അതനുസരിച്ചായിരിക്കും ആ കുട്ടികളുടെ കൈമ അഴുക്കാവണത്. അവിടെ റിപ്പിറ്റേഷൻ വരുന്നുണ്ട്. ഈ സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡില് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. കുട്ടി സ്വന്തമായി കൈ കഴുകാൻ ശീലിച്ചു അന്നേരം. കുട്ടി സ്വന്തമായിട്ട് കൈ കഴുകാൻ പഠിച്ചു. ലവ് ഓഫ് റിപ്പിറ്റേഷൻ. ഓക്കെ. ഓക്കെ. ഒരു എക്സാമ്പിൾ ആയിട്ട് അത് പറഞ്ഞെന്നുള്ളൂ. പിന്നെ സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറിയാം മോണ്ടിസോറിയുടെ ബുക്സ് വരും. ബുക്സിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ നോക്കാം. ഇനി നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോ ഈ ഒരു ബുക്കിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോ അതിൽ നോക്കാം. ഓക്കെ. ഇപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് പറഞ്ഞത് ഈ ലവ് ഓഫ് റിപ്പിറ്റേഷൻ എന്ന് പറയണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണ്. ലവ് ഓഫ് റിപ്പിറ്റേഷൻ ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണ്. ഈ കുട്ടിയുടെ കൈ കഴുകണമെന്ന് നിങ്ങൾക്ക് പറയാം. മറിയാം മോണ്ടിസോറി ഒരു പ്രാവശ്യം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ കൈ കഴുകാൻ. പിന്നെ എന്തൊരാവശ്യം ആ കുട്ടിക്ക് വന്നാലും കുട്ടി തന്നെ പോയി കൈ കഴുകിക്കോളും. ഓക്കെ. മാം നമ്മളിപ്പോ നമ്മുടെ മക്കളോട്, അതായത് എന്റെ മോനോട് ഇപ്പൊ ഞാൻ ആദ്യം അവർക്ക് അവരുടെ കയ്യിൽ കച്ചറയായിട്ട് കൈ കഴുകാൻ പറഞ്ഞാൽ പിന്നെ അവര് ഓൾറെഡി അവരെ കയ്യിൽ എന്തെങ്കിലും വേസ്റ്റ് കാണുമ്പോ അവര് പോയിട്ട് കഴിയും. അത്രേ ഉള്ളൂ. പിന്നെ നമ്മളെന്ന് വെച്ചാൽ ചില കുട്ടികൾ എങ്ങനെ നമ്മളൊരു പ്രാവശ്യം അവരോട് പറഞ്ഞു കൈ, ഇപ്പൊ സാധാരണ മോണ്ടിസോറി മെത്തേഡ് പഠിക്കാത്ത ഒരു കുട്ടിയാണെങ്കിൽ കുട്ടിയോട് നമ്മൾ പറഞ്ഞു ഇതേ ഭക്ഷണം കഴിക്കുമ്പോ കൈ കഴുകണം, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പോയി കൈ കഴുകണം എന്ന് ഏതൊരു കുട്ടിക്ക് അറിയാം. പോയി കഴുകി. പിന്നെ അടുത്ത പ്രാവശ്യം ഈ കുട്ടി ഓർക്കില്ല. കുട്ടി എന്തായിരിക്കും? കൈ കഴുകി ഓടി വന്ന് പിന്നെ ഇരിക്കും. പിന്നെ നമ്മൾ പറയും പോയി കൈ കഴുകുന്നു. അങ്ങനെ സാധാരണ ലെവലിലുള്ള കുട്ടികൾ മറിയാം മോണ്ടിസോറി ഒരു തവണ പറഞ്ഞു കൊടുത്ത കുട്ടിയുടെ ആ മൈൻഡിൽ കയറി. കുട്ടീനെ അതുപോലെ ഷീറ്റോട്ട് പറഞ്ഞു കൊടുത്തു. കുട്ടികൾക്ക് ഹാൻഡ് വാഷ് ചെയ്യാൻ പഠിപ്പിച്ചു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ക്ലീൻ ആയി. ഓക്കെ. അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യരുത്. എപ്പോഴും പോയി വെള്ളത്തിൽ പോയി റിപ്പീറ്റ് ചെയ്തത് നമ്മൾ ഇതിൽ ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അത് നല്ലൊരു ക്വാളിറ്റി അല്ല അല്ലേ? കുട്ടികൾ എപ്പോഴും പോയി പൈപ്പിന്റെ അടുത്ത് പോയി കൈ കഴുകണം എന്നല്ല. കുട്ടിക്ക് പിന്നെ എന്തൊരു ആവശ്യം വന്നാലും കുട്ടി പിന്നെ അത് തന്നെ പോയി കൈ കഴുകും, ക്ലീൻ ആക്കും. കൈ കഴുകും, ക്ലീൻ ആക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. അല്ലാതെ കുട്ടിക്ക് എന്തെങ്കിലും എപ്പോഴെപ്പോഴും പോയി വെള്ളത്തിൽ പോയി കളിക്കും എന്ന് പറയുമ്പോ അതൊരു ക്യാരക്ടർ നല്ല മോശമായില്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ലവ് ഓഫ് റിപ്പിറ്റേഷൻ ഒരു പ്രാവശ്യം അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തൊരാവശ്യത്തിന് പിന്നീട് കുട്ടിക്ക് ആ ക്ലീൻ ചെയ്യേണ്ട എന്താവശ്യം വന്നാലും കുട്ടി അത് പോകും. അതാ പറഞ്ഞത് അവിടെ. ഓക്കെ. ഇനി ഉണ്ട് എന്തെങ്കിലും ഡൗട്ട്? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ? ഇല്ല മിസ്. ഓക്കെ. ഇനി നെക്സ്റ്റ്. ഇല്ല. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്താ? ലവ് ഓഫ് ഓർഡർ. ലവ് ഓഫ് ഓർഡർ. വായിക്കട്ടെ സർ? ഒരാൾ വായിക്കട്ടെ മിസ്സേ? നിങ്ങള് നമ്മളല്ലേ? ഓക്കെ വായിക്കല്ലേ? മുനീറ അജ്മലും വായിക്കല്ലേ? ഒരു മിനിറ്റ്. നമ്മള് ഇതിന് മുമ്പ് ഒരു കാര്യം പറയണതിന് മുമ്പ് നമ്മള് നോക്കാം. ഇപ്പൊ നിങ്ങള് ലവ് ഓഫ് റിപ്പിറ്റേഷൻ ഞാൻ പറഞ്ഞല്ല, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അത് നമ്മൾ എങ്ങനെ പറഞ്ഞപ്പോ വീണ്ടും നിങ്ങൾക്ക് ഈ കൊച്ചിന്റെ കൈ കഴുകണ കാര്യം വന്നപ്പോ എല്ലാവർക്കും ഡൗട്ടായി. ഇതെന്താ ഇങ്ങനെ കൈ കഴുകണത് അല്ലെ? നമ്മള് മറിയാം മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ ആണ് നമ്മളെല്ലാരും. മറിയാം മോണ്ടിസോറി കുട്ടികളെ ഇങ്ങനെയാണ് ഈ കുട്ടികളെ ഇതിലോട്ട് കൊണ്ടുവന്നത്.
ഒബ്സർവ് ചെയ്തത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടി ഒരുപാട് ബുക്ക് ഇറക്കിയിട്ടുണ്ട്. ഈ ഒരു 10, 20, 25 ബുക്കോളം അറിയാൻ മോണ്ടിസോറി കുട്ടികളെ വെച്ച് മാത്രമുണ്ട്. അതിൽ ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ടുമുണ്ട്. അതിലൊരു ചെറിയ കാര്യമാണ് ലവ് ഓഫ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. ഒരു ചെറിയ കാര്യമാണ് ഈ കൈ കഴിയണ കാര്യം എടുത്തിട്ടുണ്ട് എക്സാമ്പിൾ ആയിട്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. അതിനത്ര ഇത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണം, അറിയാം മോണ്ടിസോറിയെ കുറിച്ച് മനസ്സിലാക്കണം, കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാം, മറ്റു ബുക്കുകളൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ആൾ വായിച്ചോ. ആരാ? മുനീറ അശ്മലി അല്ലേ? അതെ. വായിച്ചോ. Love of order. This characteristic of children was detected by chance. In early Montessori class, the teacher dispensed the material at the beginning and collected it back at the end of the class. However, Maria Montessori informed that children were following the teacher and observing her placing the materials back on the shelves. The event made her understand that the children needed to place in the materials back on their own. This observation became one of the many pillars of the prepared environment. ഓക്കെ, എന്താ ലവ് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഉണ്ട്. എന്താ ലവ് ഓഫ് ഓർഡർ? സ്നേഹത്തിന്റെ ക്രമം. എങ്ങനെയാണ് ലവ് ഓഫ് ഓർഡർ, സ്നേഹത്തിന്റെ ക്രമം എന്ന് പറയുന്നത്? എങ്ങനെ? ദിസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചിൽഡ്രൻ വാസ് ഡിറ്റക്റ്റഡ് ബൈ ചാൻസ്. എന്ന് വെച്ചാല് കുട്ടികളുടെ ഈ സ്വഭാവം നമ്മൾ മറിയാം മോണ്ടിസോറിയുടെ വ്യൂലാണ് ഇതൊക്കെ പറയണത്. നമ്മൾ കാണുമ്പോൾ മറിയാം മോണ്ടിസോറിയുടെ വ്യൂ ആണ്, മറിയാം മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ ആണ്. അപ്പൊ മറിയാം മോണ്ടിസോറി ഒരു ആകസ്മികമായിട്ട് ഒരു ബൈ ചാൻസില് പെട്ടെന്ന് എന്ത് ചെയ്തു? കുട്ടികളുടെ ഈ ഒരു സ്വഭാവം കണ്ടുപിടിച്ചു. ഈ സ്വഭാവം എന്ന് പറയുന്നത് ലവ് ഓഫ് ഓർഡർ. കുട്ടികളുടെ ഈ സ്വഭാവം കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചേ? In early Montessori class, the teacher dispensed the material at the beginning and collected it back at the end of the class. എന്ന് വെച്ചാൽ എന്താ? ആദ്യകാലത്ത് in early Montessori class, ഫസ്റ്റ് തന്നെ മോണ്ടിസോറി ക്ലാസ് തുടങ്ങുന്ന സമയത്ത് തന്നെ ടീച്ചർ എന്ത് ചെയ്തു? കുട്ടികൾക്ക് ഡിസ്പെൻസ്ഡ് ദ മെറ്റീരിയൽ, കുറെ മെറ്റീരിയൽ അങ്ങോട്ട് കൊടുത്തു. മെറ്റീരിയൽ എന്ന് വെച്ചാൽ വല്ല പേപ്പറാ, വല്ല പടം വരയ്ക്കാനുള്ളതാ, അല്ലെങ്കിൽ വല്ല തൊപ്പി ഉണ്ടാക്കാൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ, പൂവ് ഉണ്ടാക്കാനുള്ള അങ്ങനെ എന്തെങ്കിലുള്ള മെറ്റീരിയൽ ഫസ്റ്റ് സമയത്ത് തന്നെ ക്ലാസ് തുടങ്ങിയ ആ സമയത്ത് മോണ്ടിസോറി ടീച്ചർ ആർക്ക് കൊടുത്തു? കുട്ടികൾക്ക് കൊടുത്തു. ആൻഡ് കളക്റ്റഡ് ഇറ്റ് ബാക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ്. കുട്ടികൾ അത് എന്ത് ചെയ്തു? അത് കളക്ട് ചെയ്തു, അത് ശേഖരിക്കുകയും ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? കുട്ടികള് പിന്നീട് എന്ത് ചെയ്തു? ബിഗിനിങ് അത് കളക്ട് ചെയ്തു. ക്ലാസ്സിൽ എല്ലാ സാധനങ്ങളും കിട്ടിയിട്ട് അത് ശേഖരിച്ച് കുട്ടികൾ വെച്ചു. എന്നിട്ട് മറിയ മോണ്ടിസോറി ഇൻഫോംഡ് ദ ചിൽഡ്രൻ were following the teacher and observing her placing the material back on the shelves. എന്ന് വെച്ചാ അപ്പൊ കുട്ടികള് പറയുന്നു, ടീച്ചർ കുട്ടികളോട് പറയുകയാണ്, ഈ ഞാൻ ചെയ്യണ പോലെ, ടീച്ചർ ചെയ്യണ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും ടീച്ചറെ പിന്തുടരണമെന്നും പിന്നെന്താ ഈ എടുത്ത സാധനങ്ങൾ തന്ന മെറ്റീരിയൽ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത് തിരികെ അലമാരിയിൽ തിരികെ വെക്കണമെന്നും മറിയ മോണ്ടിസോറി അവരോട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മറിയ മോണ്ടിസോറി പറഞ്ഞ പോലെ ഇൻഫോം ചെയ്തു. കുട്ടികൾക്ക് ഇത് ആദ്യം ഇൻഫോം കൊടുത്തു, ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് തരും, നിങ്ങളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഷെൽഫ്സ് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും, ആ ഷെൽഫ്സിൽ കൊണ്ടുപോയി അടക്കി പെറുക്കി വെക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ മറിയ മോണ്ടിസോറി നീങ്ങി നിന്ന് ഒബ്സർവ് ചെയ്തു. എന്താ? ഹർ പ്ലേസിംഗ് ദ മെറ്റീരിയൽ ബാക്ക് ഓൺ ദ ഷെൽഫ്സ്. കുട്ടികള് അത് അവരുടെ വർക്ക് കഴിഞ്ഞു ഓർഡർ ആയിട്ട് തന്നെ ഓരോരുത്തർ കറക്റ്റ് ഓർഡറിൽ തന്നെ എവിടെ കൊണ്ടുവച്ചു? ഷെൽഫിൽ കൊണ്ട് വെച്ചു. The event made her understand that the children needed to place the material back on their own. These observations become one of the many pillars of the prepared environment. ഇതിൽ നിന്ന് കുട്ടികൾ സ്വന്തമായിട്ട് the event made her understand, നമുക്ക് മനസ്സിലായി എന്താ? കുട്ടികൾ സ്വന്തമായിട്ട് വസ്തുക്കൾ തിരികെ വെക്കേണ്ടതും പിന്നെന്താ? കുട്ടികൾക്ക് ആരും ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്തു മെറ്റീരിയൽ തന്നു കഴിഞ്ഞാൽ ഈ ഷെൽഫിൽ കൊണ്ടുവെക്കണം. അതുപോലെ തന്നെ മറിയ മോണ്ടിസോറി നീങ്ങി നിന്ന് ഒബ്സർവ് ചെയ്തപ്പോ കുട്ടികൾ എല്ലാവരും വർക്ക് കഴിഞ്ഞു, അതിന്റെ സാധനങ്ങൾ എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞു, ആ ഷെൽഫിൽ കൊണ്ടുവച്ചു. അപ്പൊ കുട്ടികളെ സ്വന്തമായിട്ട് വസ്തുക്കൾ തിരികെ വെക്കേണ്ടത് എങ്ങനെയാണെന്ന് മറിയ മോണ്ടിസോറി അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അതാണ് ഈ സംഭവം ഇവിടെ പറയണത്. പിന്നെ ഈ നിരീക്ഷണങ്ങൾ ദിസ് ഒബ്സർവേഷൻ ബിക്കം വൺ ഓഫ് ദ മെയിനി പില്ലേഴ്സ് ഓഫ് പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. എന്ന് വെച്ചാൽ എന്താ? കുട്ടികളില് ഈ നിരീക്ഷണങ്ങള് തയ്യാറാക്കിയത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? പരിസ്ഥിതിയുടെ
പരിസ്ഥിതിയുടെ നിരവധി തൂണുകളായിട്ട് കുട്ടികളെയാണ് മെനി പില്ലേഴ്സ് എന്ന് പറയണത്. ആരാ മെനി പില്ലേഴ്സ് എന്ന് പറയണത്? കുട്ടികളെ. ഈ കുട്ടികളെ ഒരുപാട് നിരവധി തൂണുകളിൽ ഒന്നായിട്ടാണ് പരിസ്ഥിതിയായിട്ട് ഈ പിള്ളേരെ കണക്കാക്കുന്നത്. ദീസ് ഒബ്സർവേഷനിൽ ഈ നിരീക്ഷണങ്ങളിൽ പിള്ളേർ എന്തായി തീർന്നു? മെനി പില്ലേഴ്സ് ഓഫ് പ്രിപ്പയർഡ് എൻവയോൺമെന്റ്, പരിസ്ഥിതിയുടെ ഒരുപാട് തൂണുകളായിട്ട് തീർന്നു. അങ്ങനെയാണ് പറയണത്. അപ്പൊ ലവ് ഓഫ് ഓർഡർ എന്ന് പറയണത് കുട്ടികള് മോണ്ടിസോറി പ്രൈമറി, ഇതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ മോണ്ടിസോറി മേഡം ഈ കുട്ടികളുടെ ഓർഡറുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് മോണ്ടിസോറി മേഡം ഒരു ഇത് പറയുന്നുണ്ട്. അത് ഞാൻ പറയാം. എന്താ വെച്ചാല് നമ്മുടെ മോണ്ടിസോറി മേഡം കുട്ടികളുടെ ഓർഡർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ലവ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മറിയാം മോണ്ടിസോറി ഇവരുടെ ക്ലാസ്സിലോട്ട് 2.5 വയസ്സ് തുടങ്ങി ഒരു 6 വയസ്സ് വരെയുള്ള കുട്ടികൾ ആ ക്ലാസ്സിലുണ്ട്. മറിയാം മോണ്ടിസോറിയുടെ ക്ലാസ്സിൽ എത്ര ഉണ്ട്? 2.5 വയസ്സ് മുതൽ 6 വയസ്സ് വരെ കുട്ടികളെയാണ് നമ്മൾ മോണ്ടിസോറി മെത്തേഡ് ഫസ്റ്റ് പഠിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികളെ 2.5 വയസ്സാകുമ്പോഴത്തേന് നമ്മൾ മോണ്ടിസോറി ക്ലാസ്സിൽ കൊണ്ടുപോയി നിർത്തും. ഫസ്റ്റ് എങ്ങും അങ്ങനെ ഉണ്ടായിരുന്നില്ല. തുടങ്ങുന്ന കാലത്തില് 3.5 വയസ്സ് അല്ലെങ്കിൽ ഒരു 3 വയസ്സത്തെ കുട്ടികളെയാണ് മോണ്ടിസോറി ക്ലാസ്സിൽ എത്തിയിരുന്നത്. ഇപ്പൊ അങ്ങനെ ഇപ്പൊ 2.5 വയസ്സാവുമ്പോ തന്നെ നമ്മൾ കൊണ്ടുപോയി ഈ മോണ്ടിസോറി മെത്തേഡ് പഠിപ്പിക്കാനായിട്ട് ക്ലാസ്സിൽ കൊണ്ടുപോയി ഇരുത്തും. അപ്പൊ അവർക്ക് ഈ ഒരു ഓർഡർ എങ്ങനെയാണ് അടുക്കും ചിട്ട് കറക്റ്റ് ഒരു ഓർഡർ എങ്ങനെയാണ് അവർക്ക് കിട്ടണത് എന്നുള്ളത് ആ ഒരു 3 വർഷത്തിനുള്ളിൽ കുട്ടികൾ പഠിക്കണം. ഈ 2.5 മുതൽ 6 വയസ്സ് വരെയാണ് കുട്ടികള് ആ ഒരു മോണ്ടിസോറി ക്ലാസ്സിൽ ഇരിക്കണതെങ്കിൽ ആ 3 വർഷത്തിനുള്ളിൽ ലവ് ഓഫ് ഓർഡറിന്റെ ആവശ്യകത, അതിന്റെ എന്താണ് ആ ലവ് ഓഫ് ഓർഡർ എന്ന് കറക്റ്റ് അവർക്ക് ആ സ്നേഹത്തോടുകൂടി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അല്ലാതെ ഭയങ്കര ഹാർഷായിട്ട് അങ്ങനെയല്ല. അതെങ്ങനെയാണെന്നും കുട്ടികൾ 6 വയസ്സാവുമ്പത്തിനും അതിന്റെ പൂർണ്ണ രൂപത്തിൽ കറക്റ്റ് രീതിയിൽ എങ്ങനെയാണ് അത് അടുക്കും ചിട്ട്. ഇപ്പൊ അവര് കളിക്കുന്ന കളിപ്പാട്ടങ്ങള്, അവരുപയോഗിക്കുന്ന വസ്ത്രങ്ങള്, പാത്രങ്ങള്, പിന്നെന്താ കുട്ടികൾ കാണുന്ന എന്ത് സാധനങ്ങളായാലും അത് ക്രമമായിട്ട് ഓർഡറിൽ കറക്റ്റ് വെക്കാനുള്ള ആ ഒരു ഇത് മോണ്ടിസോറി മെത്തേഡിൽ നിന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അതാണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെന്താ അവര് ഇപ്പൊ അടക്കി വെക്കല് മാത്രമല്ല ലവ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. അവർ ഉറങ്ങാൻ പോണത്, അവർ ഏത് ടൈമിൽ ഉറങ്ങാൻ പോണം, ഒരു കറക്റ്റ് ടൈം. ഇന്ന് ഒരു 4 മണിക്ക് ഉറങ്ങി, നാളെ ഒരു 5 മണിക്ക് ഉറങ്ങി, പിറ്റേ ദിവസം ഒരു 6 മണിക്ക് ഉറങ്ങി. അപ്പൊ ഒരു ഓർഡർ ആയാ? ഇല്ല. ഇന്ന് കുട്ടികൾ എത്ര മണിക്ക് കറക്റ്റ് ഉറങ്ങി അതേപോലെ നാളെ ആ സമയത്തും ഉറങ്ങാൻ, പിറ്റേ ദിവസം അങ്ങനെ ഒരു ലവ് ഓഫ് ഓർഡർ, ഒരു ഓർഡർ ലെവലിൽ കുട്ടികൾ ഉറങ്ങാനും പിന്നെ ഭക്ഷണം കഴിക്കുന്നത്. ഇന്ന് രാവിലത്തെ ഭക്ഷണം ഒരു 8 മണിക്ക് കഴിച്ചു, നാളെ ഒരു 9 മണിക്ക് രാവിലത്തെ ഭക്ഷണം കഴിച്ചാൽ മതിയാ. അപ്പൊ അതിനൊരു ഡിസോർഡർ ആയി, ഒരു ഓർഡർ ഇല്ല. കുട്ടികൾ ഇന്ന് കഴിക്കുന്ന പോലെ എല്ലാത്തിലും അവർ ഉറങ്ങുന്നതില്, അവര് ഭക്ഷണം കഴിക്കുന്നതില്, പിന്നെന്താ രാവിലെ എഴുന്നേൽക്കുന്നതിൽ കറക്റ്റ് എന്നും ഒരു ടൈമിൽ തന്നെ കറക്റ്റ് എന്നും എഴുന്നേക്കാം. പിന്നെ അവരുടെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കുടുംബത്തിൽ നിന്ന് അതൊക്കെ നമ്മള് അടുക്കും ചിട്ടേ ഇതോടുകൂടി ഓർഡറിലായിട്ട് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് അതൊക്കെ കറക്റ്റ് ആക്കുന്നത് അല്ലെ. സ്കൂളിൽ വരുമ്പോള് മറിയാം മോണ്ടിസോറിയുടെ ആ മെത്തേഡ് പ്രകാരമായിരിക്കും. അപ്പൊ അത് നമ്മള് കുടുംബത്തിലായാലും ആ ലവ് ഓഫ് ഓർഡർ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇതില് കറക്റ്റ് പറഞ്ഞത് എന്താ വെച്ചാല് ലവ് ഓഫ് ഓർഡർ എന്ന് വെച്ചാല് അവരെടുക്കണ വസ്തുക്കള്, അവരെടുക്കണ സാധനങ്ങൾ, അവരുറങ്ങുന്നത്, അവര് ഭക്ഷണം കഴിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം ഓർഡറിന്റെ കാര്യത്തില് പെരുമാറ്റ രീതിയിൽ വരും. അവരെങ്ങനെ പെരുമാറണേ, അവരെ ഓരോ കാര്യങ്ങളും ചെയ്യണേലും ലവ് ഓഫ് ഓർഡറിലുണ്ടാവും അല്ലെ. പിന്നെന്തിലായിരിക്കും ഓർഡറൊക്കെ ഉണ്ടാവണത്? അവർ കൃത്യമായി ചെയ്യും. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമ്മൾ എന്നും അവരോട് തോന്നിയ പോലെ നമ്മളാവരുത്. കുട്ടികളുടെ 2.5 വയസ്സ് മുതൽ 6 വയസ്സിനുള്ളിൽ നമ്മൾ ഇതൊക്കെ കുട്ടികൾക്ക് എന്താക്കി കൊടുക്കണം? അവരെ മെമ്മറിയിൽ എന്താക്കി കൊടുക്കണം. പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല, കുട്ടികൾക്ക് വേണ്ടത് ബേസ് ആണ് അല്ലെ. ഒരു വീടിന് ഒരു ബേസ് ഉണ്ടെങ്കിലല്ലേ ആ വീട് നിലനിൽക്കുള്ളൂ. ഒരു അടിത്തറ വേണം. ആ അടിത്തറ നമുക്ക് 2.5 അല്ലെങ്കിൽ 3 to 6 വയസ്സ് വരെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായാലും പിള്ളേർക്ക് ആ ഒരു ബേസ് റെഡിയാക്കി കൊടുക്കണം. അതാണ് മോണ്ടിസോറി മെത്തേഡ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും അവരെ പുറകെ നടക്കണ്ട, നമ്മൾ പറയേണ്ട കാര്യമില്ല. അവരതനുസരിച്ച് ചെയ്യും. പിന്നെ 6 വയസ്സ് കഴിഞ്ഞാൽ അവരെ മെമ്മറി ഫുള്ളായി. പിന്നെ അവര് വർക്ക് ചെയ്യണനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. അതാണ് മോണ്ടിസോറി മെത്തേഡിൽ പറയണത്. ഓക്കെ,
ഈ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത് കുട്ടികളെ നമ്മൾ അടിച്ചേൽപ്പിക്കുന്നതല്ല, അവർക്ക് സ്വയം തോന്നണതാണ്. അപ്പൊ അതില് നമ്മൾ പറയുന്ന എക്സാമ്പിൾ ആണ് ഇപ്പൊ ഇവിടെ ഇത് പറഞ്ഞത്. എന്താ ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറഞ്ഞത്? കുട്ടിയുടെ ആ ഒരു ഓർഡർ, കുട്ടികളുടെ ഷെൽഫിൽ സാധനങ്ങൾ എടുത്ത് വെപ്പിക്കാനുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഉറങ്ങുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ലവ് ഓഫ് ഓർഡറിൽ വരും. അത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമാജിനൊത്ത് നിങ്ങൾക്ക് ഇടാം. എന്താ ലവ് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ള ആ ഒരു ക്രമമായ രീതി അത് കണ്ടുപിടിക്കുക. അതാണ് മോണ്ടിസോറി ക്ലാസ്സിൽ പറയുന്നത്. അതിന് ടീച്ചർ കൊടുത്തു, ഇവിടെ കുട്ടികൾക്ക് ഒരു മെറ്റീരിയൽ കൊടുത്തു, അത് കളക്ട് ചെയ്തു, അവരോട് പറഞ്ഞു ഈ ക്ലാസ് കഴിയും, എൻഡ് ഓഫ് ദ ക്ലാസ് കഴിയുമ്പോൾ തിരികെ കൊണ്ടുവരണം, തിരികെ അത് ഇന്ന സ്ഥലത്ത് വെക്കണം എന്ന് മറിയാം മോണ്ടിസോറി അവർക്ക് പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ മറിയാം മോണ്ടിസോറി ഇൻഫോം ചെയ്ത പോലെ കുട്ടികൾ എന്ത് ചെയ്തു? ടീച്ചർ ഫോളോ ചെയ്യണം, അവരെ ഒബ്സർവ് ചെയ്തു. പ്ലേസിംഗ് ദ മെറ്റീരിയൽ ബാക്ക് ഓൺ ദ ഷെൽഫ്. അതുപോലെ തന്നെ അവരെന്ത് ചെയ്തു? ഷെൽഫിൽ കൊണ്ടുവച്ചു, അല്ലെ? അങ്ങനെയാണ് കുട്ടികൾക്ക് മനസ്സിലായി ചിൽഡ്രൻ നീഡഡ് പ്ലേസ് ദ മെറ്റീരിയൽ. സ്വന്തമായിട്ട് അവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നു. കുട്ടികൾ സ്വന്തമായി വസ്തുക്കൾ തിരികെ വെക്കേണ്ടതും അവളെ ഈ സംഭവം ഇങ്ങനെയുള്ള ഒരു കാര്യം മനസ്സിലാക്കി കൊടുത്തു മറിയാം മോണ്ടിസോറിക്ക്. അപ്പൊ മനസ്സിലായി കുട്ടികളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് അവർ ചെയ്യുന്നു. ദീസ് ഒബ്സർവേഷൻ ബിക്കം വൺ ഓഫ് ദ മെയിൻ പില്ലേഴ്സ് ഓഫ് കുട്ടികളുടെ. കൂടുതൽ തൂണുകളാണ്, പരിസ്ഥിതിയുടെ തൂണുകളാണ് നമ്മുടെ ഈ കുട്ടികൾ, അല്ലെ? ഈ ഒബ്സർവേഷൻ കുട്ടികൾ ചെയ്യുന്ന ഈ ഒരു ഒബ്സർവേഷൻ ആയിത്തീരും. ഓക്കെ, അതാണ് ലവ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഷെൽഫില് സാധനങ്ങൾ അടുക്കി വെക്കല് മാത്രമല്ല, നമുക്ക് ഉറങ്ങണതായാലും ഭക്ഷണം കഴിക്കണതായാലും കുട്ടികൾ എന്ത് സ്കൂളിൽ പോണതായാലും കറക്റ്റ് ഒരേ ടൈം ഒരേ രീതിയിൽ ഡിസിപ്ലിൻ. നമ്മുടെ സ്കൂളിൽ എല്ലാ ദിവസവും 10 മണിക്ക് സ്കൂൾ ബെല്ലടിക്കും. ഒരു ദിവസമെങ്കിലും മാറി 11 മണിക്ക് 9 മണിക്കും കഴിക്കുവോ? ഇല്ല. എന്നതൊരു ഓർഡറാണ്. അതുപോലെ ആയിരിക്കണം നമ്മുടെ കുട്ടികളുടെ. നമ്മള് കറക്റ്റ് ഒരു ഇതുണ്ടാക്കാം, ഒരു ഓർഡറിലായിരിക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ ലവ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് അത് ഇമാജിൻ ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ എഴുതാം. അതിന് ഷെൽഫ്സ് മാത്രമല്ല ഞാൻ പറഞ്ഞത്, അതിന്റെ ഇടയിൽ ആഡ് ചെയ്ത് വേണമെങ്കിൽ ആഡ് ചെയ്തോ. എന്താ? കുട്ടികൾ ഉറങ്ങണത്, ഭക്ഷണം കഴിക്കണതൊക്കെ അതിന് നിങ്ങൾക്ക് എഴുതി ചേർക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? ഇനി കുഴപ്പമില്ലല്ലോ. അടുത്തത് എടുക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ് ഫ്രീഡം ഓഫ് ചോയ്സ്. ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് വെച്ചാൽ എന്താ? ഞാൻ അൺമ്യൂട്ട് ആക്കിയത്. ചോദിക്കാനുണ്ടാ? ഞാൻ അൺമ്യൂട്ട് ചെയ്യണ്ടാ? അല്ല, വായിക്കാനുണ്ടല്ലേ? ഓക്കെ, റീഡ് ചെയ്യാനുണ്ട്. ഓക്കെ, ഫ്രീഡം ഓഫ് ചോയ്സ് ഒരാൾ റീഡ് ചെയ്തേ. ആരാന്ന് വെച്ചാൽ ഒരാളെ വായിച്ചോ. പേര് പറയാട്ടാ, വായിക്കുന്ന ആള്. വായിച്ചോ, വായിച്ചോ. Madam, വായിക്കട്ടെ. വായിച്ചോ. Freedom. I am Sajina from Jammu. Freedom of choice. Again, this discovery happened so unexpectedly. The teacher of the school had forgotten to lock the shelves before going home. Arriving late the next morning, she found that the children had already started to work on the materials. The teacher was upset. Montessori, however, saw deeper motives of these children. They were in a position to be able to select materials in preference to others. This event becomes a milestone in the Montessori method, free choice of activity. It is interesting to note that it was the discovery which came first and the method followed after. Okay, ma'am. Okay. എന്തിവിടെ പറഞ്ഞേ? Again, this discovery happened to unexpectedly. എന്താ? പ്രതീക്ഷിക്കാതെ, അൺഎക്സ്പെക്ടഡ്, പ്രതീക്ഷിക്കാതെ. ഇപ്പൊ ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് വെച്ചാൽ എന്താ? തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അല്ലെ? ഫ്രീഡം, എന്ത് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു ഫ്രീഡം, അതാണ് ഇവിടെ ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാരും ഈ ലവ് ഓഫ് ഓർഡർ എന്ന് പറയുന്നതും ഈ ലവ് ഓഫ് റിപ്പിറ്റേഷൻ എന്ന് പറയുന്നതും ഫ്രീഡം ഓഫ് ചോയ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ മറിയാം മോണ്ടിസോറിയുടെ മെന്റൽ കൺസിഡറേഷൻ ആണ്, അല്ലെ? മറിയാം മോണ്ടിസോറിയുടെ ഉള്ളിലുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് ഇതെല്ലാം പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതില് എഗെയിൻ എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും കുട്ടികള് വീണ്ടും ഒരു കണ്ടിട്ട് അവരെ
അപ്പൊ മറിയാം മോണ്ടിസോറിക്ക് ഒരു അൺഎക്സ്പെക്ടഡ് എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാൻ പറ്റാത്ത പോലെ ഒരു ഡിസ്കവറി കണ്ടെത്തി, വീണ്ടും കണ്ടെത്തി. എന്തെന്നാണ് മറിയാം മോണ്ടിസോറിക്ക് ഒരു വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു അൺഎക്സ്പെക്ടഡായിട്ട് അപ്രതീക്ഷിതമായിട്ട് ഒരു സംഭവം സംഭവിച്ചു എന്ന് അവിടെ പറയണം. എന്താ നമുക്ക് നോക്കാം. The teacher of the school had forgotten to lock the shelves before going home, arriving late the next morning. എന്ന് വെച്ചാ അന്ന് ടീച്ചർ സ്കൂളിൽ നിന്ന് വൈകിയാണ് പോയത്. എന്താ വൈകി പോയപ്പോ ടീച്ചർ പിറ്റേന്ന് രാവിലെ സ്കൂളിൽ എത്തിയപ്പോഴാണ് അറിയണത് എന്താ സ്കൂളിൽ ആ മെറ്റീരിയൽ ഒക്കെ വെച്ചേക്കണ ഷെൽഫ്സ് അടയ്ക്കാൻ വിട്ടുപോയി. ഓക്കെ, അപ്പൊ ടീച്ചർ അത് വൈകി പോയത് കൊണ്ട് പിറ്റേന്ന് രാവിലെ ടീച്ചർ സ്കൂളിൽ എത്തിയപ്പോഴാണ് കണ്ടത് ഞാൻ വൈകി പോയപ്പോ എന്താണ് ഷെൽഫ്സ് അലമാരി കൂട്ടാനായിട്ട് മറന്നുപോയി. ടീച്ചർ അലമാരി തുറന്നടക്കുകയാണ്, അതിലെന്താ മെറ്റീരിയൽ ആണ് അല്ലെ. അപ്പൊ പിന്നെന്താ ഷീ ഫൗണ്ട് ദാറ്റ് ദ ചിൽഡ്രൻ ഹാസ് ഓൾറെഡി സ്റ്റാർട്ടഡ് ടു വർക്ക് ഓൺ ദ മെറ്റീരിയൽ. പിന്നെ ടീച്ചർ ക്ലാസ്സിൽ എത്തുമ്പോ കാണുന്നത് ഈ അലമാരിയിൽ നിന്ന് കുട്ടികൾ എന്തെടുത്ത് ഈ മെറ്റീരിയൽ ഒക്കെ എടുത്ത് ഓൾറെഡി സ്റ്റാർട്ടഡ് അവർ വർക്ക് തുടങ്ങി അല്ലെ. കുട്ടികൾ ടീച്ചർ മറന്നുപോയി, ഹാർഡ് ഫോർഗോട്ട് എന്ന് വെച്ചാൽ എന്താ മറന്നുപോയി ലോക്ക് ചെയ്യാൻ. പക്ഷെ കുട്ടികള് അതിൽ നിന്ന് ഈ മെറ്റീരിയൽ ഒക്കെ എടുത്ത് അവർ സ്വയം ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക അല്ലെ. പിന്നെന്താ ദ ടീച്ചർ വാസ് അപ്സെറ്റ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ടീച്ചർക്ക് ആകെ അസ്വസ്ഥയായി. ടീച്ചർ ആകെ പെട്ടെന്ന് ഷോക്കായി പോയി. അലമാരിയിലുള്ള സാധനങ്ങളൊക്കെ പുറത്തിട്ടേക്ക്. മോണ്ടിസോറി however said deeper motives of these children. എന്ന് വെച്ചാൽ എന്താ however ചെന്നിരുന്നാലും മോണ്ടിസോറി ടീച്ചർ ആകെ അപ്സെറ്റ് ആയി. അപ്പൊ കുട്ടികളില് ടീച്ചർ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. സോനച്ച കണ്ടു എന്താ ഡീപ്പർ ആഴത്തിലുള്ള മോട്ടിവേഷൻ ഈ കുട്ടികൾക്ക് എന്തുണ്ടെന്ന് ടീച്ചർക്ക് മനസ്സിലായി. ചില ഉദ്ദേശങ്ങളുണ്ട് ഭയങ്കര ആഴത്തില്, ഭയങ്കര ഇവരെ ആ ഒരു കുട്ടികൾക്ക് ഇത് എന്തെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര മോട്ടിവേറ്റ്സ് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇതുണ്ടെന്ന് ടീച്ചർക്ക് മനസ്സിലായി. They were in a position to able to select material in preference to others. ടീച്ചർ എന്നിട്ട് എന്ത് ചെയ്തു, മറ്റുള്ളവർക്ക് മുൻഗണന ഈ മെറ്റീരിയൽ തിരഞ്ഞെടുക്കാൻ കഴിയും. മെറ്റീരിയലുകൾ ഒരുപാട് അലമാരിയിൽ നിറച്ച് എന്തിൻ്റെയൊക്കെ ഉണ്ടാവും, പേപ്പറിന്റെ ഉണ്ടാവും, പിന്നെ തുണിയുടെ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കളിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ ടീച്ചർ എന്ത് ചെയ്തു, ഇതിനു വേണ്ടിയിട്ട് ടു സെലക്ട് മെറ്റീരിയൽ പ്രിഫറൻസ് ടു അതേഴ്സ്. അപ്പൊ ടീച്ചർ ഇതിന്റെ കാര്യങ്ങൾ അടുത്ത ലൈൻ കൂടി നോക്കിയിട്ട് പറയാം. ദിസ് ഇവന്റ് ബിക്കംസ് എ എന്താ milestone in the Montessori method, free choice of activity. It is interesting to note that it was the discovery which came first and the method followed. എന്ന് വെച്ചാൽ എന്താ കുട്ടികൾക്ക് മുൻഗണന കൊടുത്തു ടീച്ചർ. ഇത് ഇവന്റ് എന്തിനാ മുൻഗണന കൊടുത്തേ, കുട്ടികൾക്ക് മുൻഗണന കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്, മെറ്റീരിയലിൽ തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യമുള്ള മെറ്റീരിയലും ഇതിൽ തിരഞ്ഞെടുക്കാം. പക്ഷെ അതിലും മോണ്ടിസോറി ഒരു അസ്വസ്ഥത കാണിച്ചു. മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലും കുട്ടികൾ പ്രിഫറൻസ് ടു അതേഴ്സ് മറ്റുള്ളവരിൽ നിന്ന് ഏറ്റവും ബെറ്റർ ആയിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി. ഓക്കെ, പറയാം. ഇപ്പൊ ഇതില് പറഞ്ഞത് കറക്റ്റ് എന്ന് വെച്ചാൽ എന്തിട്ടാണെന്ന് വെച്ചാൽ എന്താന്നാ ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് വെച്ചാൽ കുട്ടികളെ ടീച്ചർ ഇല്ലാണ്ട് തന്നെ ഷെൽഫ് തുറന്ന് സാധനങ്ങളൊക്കെ പുറത്തെടുത്തു. ടീച്ചർക്ക് ഇത് കണ്ടപ്പോ ആദ്യം ഒരു ഷോക്ക് ആയെങ്കിലും പിന്നെ ടീച്ചർക്ക് മനസ്സിലായി എന്താ കുട്ടികൾക്ക് അവരിഷ്ടത്തിനനുസരിച്ച് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ചെയ്തേ, ടീച്ചർ മെറ്റീരിയൽ എടുത്ത് ഓരോരുത്തർക്കും സ്വന്തം കൊടുത്തു. എന്നിട്ട് അവരോട് അത് ഷെൽഫിൽ വെക്കാൻ പറഞ്ഞു. ഈ പ്രാവശ്യം ടീച്ചർ വരുന്നതിന് മുമ്പ് എല്ലാ പിള്ളേരും എടുത്തു. അവർക്ക് ഇഷ്ടമുള്ളത് അവർ സെലക്ട് ചെയ്തു സ്വന്തമായിട്ട്, ആരോടൊന്നും പറയാതെ. അവർക്ക് ഓരോരുത്തർക്ക് ടീച്ചർ ഇല്ലല്ലോ, അപ്പൊ അവരിഷ്ടത്തിന് അവരെടുത്തു. ഓരോരുത്തർക്കും സ്വന്തമായിട്ട് അവർ ഓരോന്ന് എടുത്ത് അവരിഷ്ടത്തിന് എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ടീച്ചർക്ക് മനസ്സിലായി എന്താ മോണ്ടിസോറി മെത്തേഡ്. ദ ഇവന്റ് ബിക്കംസ് എ മിൽസ്റ്റോൺ ഇൻ ദ മോണ്ടിസോറി മെത്തേഡ്, ഫ്രീ ചോയ്സ് ഓഫ് ആക്ടിവിറ്റി. ടീച്ചർക്ക് മനസ്സിലായി ഈ മെത്തേഡ് എന്ന് പറയുന്നത് എന്താ, അവർക്ക് എന്ത് പ്രവർത്തനം ചെയ്യാനുള്ള ആ ഒരു ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാനുള്ള ഒരു ഫ്രീഡം ആണ്. ടീച്ചർ ഇല്ലാത്തപ്പോ കുട്ടികള് ടീച്ചർ സാധാരണ നമ്മൾക്ക് എന്താ, നമ്മൾക്ക് ഓരോന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ അത് മാത്രം എടുക്കും അല്ലെ. പക്ഷെ കുട്ടികൾക്ക് ആ ടീച്ചർ ഇല്ലാത്തത് കൊണ്ട് ടീച്ചറുടെ ഇഷ്ടത്തിന് അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് ഓരോരുത്തർ എടുക്കും.
ആ എല്ലാവരും എടുത്തു. അപ്പൊ അതിൽ നിന്ന് മോണ്ടിസോറി മെത്തേഡിൽ അവർക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ ഓരോ കുട്ടികളുടെ പ്രവർത്തനം കൊണ്ടാണ് ഈ മോണ്ടിസോറി വികസിക്കുന്നത്. മോണ്ടിസോറി മെത്തേഡ് മറിയ മോണ്ടിസോറി ഉണ്ടാക്കുന്നത്. അപ്പൊ മോണ്ടിസോറിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് എന്താ? ഫ്രീ ചോയ്സ് ഓഫ് ആക്ടിവിറ്റി. അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിടാം. മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു മെയിൻ പോയിന്റ് ആണ് ഫ്രീ ചോയ്സ് ഓഫ് ആക്ടിവിറ്റി. കുട്ടികൾക്ക് എന്ത് ആക്ടിവിറ്റി ചെയ്യാനുള്ള ആ ഒരു ഫ്രീഡം, ആ ഒരു സ്വാതന്ത്ര്യം എവിടെ കിട്ടി ഉണ്ട്. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് to note that it was discovery which came first and the method followed. എന്ന് വെച്ചാൽ കുട്ടികളുടെ ആ പ്രവർത്തനത്തില് ആ സ്വതന്ത്രമായത് ഫ്രീഡം ആയിട്ടുള്ള ആ തെരഞ്ഞെടുപ്പില് എന്താ ആ കണ്ടുപിടുത്തം പിന്നീട് എന്തായിട്ട് തീർന്നു? പിന്തുടരുകയായിരുന്നു, ശ്രദ്ധേയമായി. മെത്തേഡ് ഫോളോഡ് ആഫ്റ്റർ. അതിന് പിന്നീട് ആ കുട്ടികളുടെ ആ ഒരു സ്വന്തമായിട്ടുള്ള തെരഞ്ഞെടുത്തമാണ് ആ ഒരു മോണ്ടിസോറി മെത്തേഡ് ആയിട്ട് തീർന്നത്. കണ്ടുപിടിച്ചു. ഇതിൽ നിന്നൊരു മെത്തേഡാണ് മോണ്ടിസോറിക്ക് മനസ്സിലായത്. ആ മെത്തേഡ് അനുസരിച്ചാണ് ഇനി അടുത്ത ക്ലാസ് മോണ്ടിസോറി തുടങ്ങുന്നത്. ഓക്കെ, ഇതുവരെ കുട്ടികൾ ഷെൽഫിൽ തന്നെ വെക്കുമെന്ന് മാത്രമേ മോണ്ടിസോറി മെത്തേഡിൽ പറയുന്നുള്ളൂ. പിന്നെ കുട്ടികൾക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് കുട്ടികൾക്ക് ഫ്രീഡം വേണം, ചോയ്സ്, ഇഷ്ടത്തിന് തെരഞ്ഞെടുക്കാനുള്ള അവരുടെ പ്രവർത്തനങ്ങൾ എന്താണോ ഇഷ്ടത്തിന് തെരഞ്ഞെടുക്കാനുള്ള ഒരു ഫ്രീഡം വേണം. അത് മോണ്ടിസോറി മനസ്സിലാക്കിയത് ഈ ഒരു സംഭവത്തിൽ കൂടിയാണ്. അതാണ് അവിടെ ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ഫ്രീഡം ഓഫ് ചോയ്സ് വേണം, അത്രേ ഉള്ളൂ. അതിൽ അത്രേ കാര്യം പറയാനുള്ളൂ. മെയിൻ ആയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് ഫ്രീഡം ഓഫ് ചോയ്സ് മോണ്ടിസോറി മെത്തേഡിൽ ചേർത്തത്? ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ട്. ടീച്ചർക്ക് അല്ലെങ്കിൽ അറിയാൻ പറ്റൂലായിരുന്നു. പിറ്റേ ദിവസം ടീച്ചർ ഈ ഷെൽഫ് അലമാരി കൂട്ടിപ്പോയി. പിറ്റേ ദിവസം കുട്ടികൾ വന്ന് ഒരു മെറ്റീരിയൽ കൊടുത്തു, കുട്ടികൾ അത് വർക്ക് ചെയ്തു, അത് അതുപോലെ തന്നെ അലമാരിൽ എടുത്തു വെച്ചു. അപ്പോഴും ടീച്ചർ ഇതറിയണില്ല. ടീച്ചർ അബദ്ധവശാല് അലമാരി കൂട്ടാൻ അന്ന് വീട്ടിൽ ലേറ്റ് ആയിട്ട് ഭയങ്കര വൈകി പോയി. ക്ലാസ്സിൽ ഹോം അറൈവി ലേറ്റ് ദ നെക്സ്റ്റ് മോർണിംഗ്. അടുത്ത ക്ലാസ്സിൽ വൈകി എത്തിയപ്പോഴേക്കും കുട്ടികൾ എന്ത് ചെയ്യുന്നു? കൂട്ടാൻ മറന്നു. പിന്നെ ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും കുട്ടികൾ എല്ലാ മെറ്റീരിയലും എടുത്ത് കളിക്കണം കണ്ടപ്പോഴാണ് ടീച്ചർക്ക് മനസ്സിലായത് കുട്ടികൾക്ക് വേണ്ടത് എന്താ? ഫ്രീ ചോയ്സ് ഓഫ് ആക്ടിവിറ്റി. നമ്മൾ ഓരോന്ന് കൊടുക്കണതല്ല, അവരിഷ്ടത്തിന് അവർക്ക് തെരഞ്ഞെടുക്കാനുള്ള ഒരു ഫ്രീഡം വേണം. അങ്ങനെയാണ് ഫ്രീഡം ഓഫ് ചോയ്സ് ഈ മോണ്ടിസോറി മെത്തേഡിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഫ്രീഡം ഓഫ് ചോയ്സ് എങ്ങനെ ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ മെത്തേഡിന്റെ ഒരു പോയിന്റ് ആണ് ഫ്രീഡം ചോയ്സ് ഓഫ് ആക്ടിവിറ്റി. അത് ഇമ്പോർട്ടന്റ് ആണ്, അത് അണ്ടർലൈൻ ചെയ്യാൻ. ഇതിന്റെ ഉള്ള എന്താണോ അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അത് പറയണോ? വേണ്ട മാം, ഓക്കെ ഓക്കെയാണ്. ഓക്കെ, ഇത് കൂടുതലായിട്ട് ഇത് ഞാൻ പറഞ്ഞു വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവൂല, പറഞ്ഞത് എന്താന്ന് എനിക്കും അറിയാൻ പറ്റില്ല. ഓക്കെ, ഇത് നമുക്ക് യൂട്യൂബിലൊരു ക്ലാസ് യൂട്യൂബിലുണ്ട്. നമുക്ക് പറയാൻ മോണ്ടിസോറി കുട്ടികളെ നിരീക്ഷിക്കുന്നതും ഈ പറയണതും ഒക്കെ നമുക്ക് ആ വീഡിയോയിലുണ്ട്. നമുക്ക് ആ വീഡിയോ കാണാം. ഇപ്പോഴല്ല, ഇപ്പൊ ഞാനത് ഇതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്യേണ്ടത് ഏതാണ് ഒന്നുകൂടി പറയോ? ഏതാ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഏതാണ് ഒന്നുകൂടെ പറയോ? ഫ്രീ ചോയ്സ് ഓഫ് ആക്ടിവിറ്റി അണ്ടർലൈൻ ചെയ്താൽ മതി. നമ്മുടെ ഈ പോയിന്റുകളൊക്കെ ഓർത്താൽ മതി. ഫ്രീഡം ഓഫ് ചോയ്സ്, അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് മാത്രം. ഇതിനെ കുറിച്ച് എക്സാമിന് ഇങ്ങനെ ചോദിക്കില്ല, നിങ്ങൾക്ക് അത് മനസ്സിലായാൽ മതി. ഈ ലവ് ഓഫ് ഓർഡറും ലവ് ഓഫ് റിപ്പിറ്റേഷനും ഫ്രീ ഓഫ് ചോയ്സ് എന്നൊക്കെ പറയുന്നതാണ് മോണ്ടിസോറി മെത്തേഡ്. അതനുസരിച്ചിട്ടാണ് മോണ്ടിസോറി സ്കൂളിൽ രൂപീകരിക്കുന്നതും മോണ്ടിസോറി പിള്ളേരെ പഠിപ്പിക്കുന്നതും. ഓക്കെ, അതിന് നമുക്ക് നമ്മുടേതായ രീതിക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാം. ലവ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത് ഇത് തന്നെ വേണമെന്നില്ല. നമുക്ക് ലവ് ഓഫ് ഓർഡർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അതനുസരിച്ച് കുട്ടികളെ നമുക്ക് പഠിപ്പിച്ചാൽ മതി. ഈ ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ഇത് തന്നെ വേണമെന്നില്ല. ഇതിലിപ്പോ എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ നമ്മൾ അതനുസരിച്ച് ഫ്രീഡം കുട്ടികൾക്ക് കൊടുക്കാം. അത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും കുട്ടികളായിട്ട്. ഓക്കെ, പോയിന്റുകൾ മാത്രം ഈ ആയിട്ട് കാണും. നിങ്ങൾ അത് ഓർത്താൽ മതി. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ലവ് ഓഫ് വർക്ക്. ലവ് ഓഫ് വർക്ക് എന്ന് വെച്ചാൽ ഒരാൾ വായിച്ചേ, ആരാ വായിക്കണേ? ഞാൻ വായിക്കാം മാം. പേര് പറഞ്ഞോ. Love of work. Dr. Montessori found that children preferred work to play. This astonishing revelation came about when Dr. Montessori placed the expensive toys, which were given by her friends, in a room with the children. To her surprise, the children did not select any of the toys. They preferred to work with the materials. Okay, love of work എന്ന് വെച്ചാൽ എന്താ? ജോലിയോടുള്ള സ്നേഹം. ആ എന്ത് ജോലിയും ചെയ്യാനാ കുട്ടികൾക്ക് ഒരു മടിയില്ല. അതിനോടുള്ള ആ ഒരു
സ്നേഹം, ആ ഒരു അറ്റാച്ച്മെന്റ് അതെങ്ങനെയാണ് നോക്കാം. ഡോക്ടർ മോണ്ടിസോറി ഫൗണ്ട് ദാറ്റ് ചിൽഡ്രൻ പ്രിഫേർഡ് വർക്ക് ടു പ്ലേ. മറിയ മോണ്ടിസോറി എന്ത് ചെയ്തു? കുട്ടികളുടെ കണ്ടുപിടിക്കാണ്. മറിയ മോണ്ടിസോറി എല്ലാം നിരീക്ഷിക്കാണ്. ഒരു കുട്ടീനെ കിട്ടിയാലും മറിയ മോണ്ടിസോറി ഒബ്സർവ് ചെയ്യാണ് അല്ലെ. മറിയ മോണ്ടിസോറി സ്കൂൾ തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോണുള്ളൂ. ഈ മെത്തേഡൊക്കെ കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം മറിയ മോണ്ടിസോറിക്ക് എന്ത് തുടങ്ങാൻ. സ്കൂൾ തുടങ്ങി കസാബിബാമിനി, പക്ഷെ ഇതില് ഒബ്സർവ് ചെയ്യാണ്. കുട്ടികളെ ഇരുത്തിയിട്ട് അവരുടെ കാര്യങ്ങൾ അവരെങ്ങനെയാണ് ഓരോ കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കണതെന്നും മറിയ മോണ്ടിസോറി ഒബ്സർവ് ചെയ്യണം. അത് തന്നെ ഇവിടെ പറഞ്ഞത്. മോണ്ടിസോറി ഫൗണ്ട് കണ്ടു, അതുകൊണ്ട് മോണ്ടിസോറി കണ്ടു. എന്താ കണ്ടേ? ദാ ചിൽഡ്രൻ പ്രിഫേർഡ് വർക്ക് ടു പ്ലേ. കുട്ടികള് എന്താ കളിക്കുന്നതിനേക്കാളും പ്രിഫർ ചെയ്യണത്, ഒരു മുൻഗണന കൊടുക്കണത് വർക്ക് ചെയ്യാനാണ്, ജോലി ചെയ്യാനാണ് കുട്ടികൾക്ക് ഇഷ്ടം, കളിക്കുന്നതിനേക്കാളും നല്ലത്. അതെങ്ങനെയാണ് മറിയ മോണ്ടിസോറി മനസ്സിലാക്കിയത്? This astonishing revelation came up about when Dr. Montessori placed the expensive toys which were given by her friends. എന്നുവെച്ചാൽ എന്താ? കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു ഫ്രണ്ട്, ഒരാള് വന്നിട്ട് ഒരുപാട് ടോയ്സ് കൊടുത്തു, ഒരുപാട് കളിപ്പാട്ടങ്ങൾ കൊണ്ട് കൊടുത്തു കുട്ടികൾക്ക്. മറിയ മോണ്ടിസോറി കണ്ടെത്തണതാണ് പറയണത്. അപ്പൊ സുഹൃത്തുക്കള്, ഒരു ഫ്രണ്ട്സ് ആരോ വന്നിട്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് കളിപ്പാട്ടങ്ങൾ കൊണ്ട് കൊടുത്തു. പക്ഷെ കുട്ടികൾ എന്ത് ചെയ്തു? ഈ കളിപ്പാട്ടങ്ങളൊന്നും തെരഞ്ഞെടുത്തില്ല. ഈ റൂം വിത്ത് ദ ചിൽഡ്രൻ, കുട്ടികളുടെ റൂമിൽ ഒരുപാട് കളിപ്പാട്ടങ്ങൾ കൊണ്ട് കൊടുത്തു. പക്ഷെ കുട്ടികള് ടു ഹാർ സർപ്രൈസ്, അവർക്ക് സർപ്രൈസ് ആയ പോലെ എന്താ? ദ ചിൽഡ്രൻ ഡിഡ് നോട്ട് സെലക്ട് എനി ഓഫ് ദ ടോയ്സ്. കുട്ടികൾ അതിൽ നിന്ന് ഒരു ടോയ്സ് പോലും തെരഞ്ഞെടുത്തില്ല. They preferred to work with the material. കുട്ടികളുടെ വർക്ക്, കുട്ടികൾക്ക് എന്താ മുൻഗണന? അവിടെ ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് എങ്ങനെ ജോലി ചെയ്യാം. കുറെ കട്ടകൾ ഉണ്ടെങ്കിൽ ആ കട്ടകൾ വെച്ച് എങ്ങനെയെങ്കിലും ഒരു വീട് ഉണ്ടാക്കണം, ഒരു കാർ ഉണ്ടാക്കണം. കുട്ടികൾ ജോലി ചെയ്യണം. കുട്ടികൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതാണ്. കളിക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അവിടെ എന്താ? എക്സ്പെൻസീവ് ടോയ്സ് ആണ്, ഒരുപാട് വില പിടിപ്പുള്ള ഒരുപാട് നല്ല നല്ല കളിപ്പാട്ടങ്ങള് ആ റൂമിൽ കൊണ്ട് കൂട്ടുകാരൻ കൊടുത്തെങ്കിലോ കുട്ടികൾ അത് മൈൻഡ് ചെയ്യണില്ല, കുട്ടികൾ അത് എടുക്കണില്ല. അവർക്ക് എന്തിനാ ഇഷ്ടം? അവർക്ക് കളിപ്പാട്ടങ്ങൾ വേണ്ട, അതിന് പകരം ജോലി ചെയ്യാനാണ് കുട്ടികൾക്ക് ഇഷ്ടം. മെറ്റീരിയലുമായിട്ട് പ്രവർത്തിക്കാൻ. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിലെന്തായിരിക്കും? ഒരുപാട് കട്ടകൾ ഉണ്ടാവും, വല്ല പ്ലെയിൻ ഉണ്ടാക്കണം, അങ്ങനെ അത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള ഇതിലാണ് കുട്ടികൾ. ജോലി ചെയ്യാനുള്ള താല്പര്യം ഒന്ന് മറിയ മോണ്ടിസോറി മനസ്സിലാക്കി. അതാണ് ലവ് ഓഫ് വർക്ക് എന്ന് അവിടെ പറയുന്നത്. ആസ്റ്റോണൈസിംഗ് റിവിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ കറക്റ്റ് മീനിങ് വരുന്നത്? ഏതാ റിവിലേഷൻ എന്ന് വെച്ചാൽ എന്താ? Came about the Dr. Montessori place. Revelation എന്ന് വെച്ചാല് അല്ല, ആസ്റ്റോണൈസിംഗ് റിവിലേഷൻ. ടീച്ചർ, അത് ഈ അത്ഭുതമായിട്ടുള്ള ഇതല്ലേ, അത്ഭുതകരമായ വെളിപ്പെടുത്തൽ എന്ന് പറയുന്ന മീനിങ് അല്ലേ വരുന്നത്? അവര് ആശ്ചര്യപ്പെട്ടു പോയി. എന്നുവെച്ചാല് പിള്ളേർക്ക് ഒരുപാട് നല്ല നല്ല കളിപ്പാട്ടങ്ങൾ കൊണ്ടു കൊടുത്താൽ പിള്ളേർ ആദ്യം ഏതെടുക്കും? പിള്ളേര് നല്ല പ്ലെയിൻ, അതും പറഞ്ഞിട്ടുണ്ട് എക്സ്പെൻസീവ് ടോയ്സ് എന്ന്. എക്സ്പെൻസീവ് ടോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മള് കുട്ടികളെ ഏതായിരിക്കും എടുക്കണത്? അതിശയിപ്പിക്കുന്ന അസ്ട്രോണൈസ് എന്ന് വെച്ചാൽ എന്താ? അതിശയിപ്പിക്കുന്ന പിള്ളേരെ. അവർക്ക് ഈ മോണ്ടിസോറിയുടെ എക്സ്പെൻസീവ് ടോയ്സ് എന്നൊക്കെ പറയുമ്പോൾ നല്ല വില പിടിപ്പുള്ള നല്ല നല്ല ടോയ്സുകൾ ഏതൊരു കുട്ടികളും കാണുമ്പോൾ അതെല്ലാം എടുക്കുള്ളൂ അല്ലെ. പക്ഷെ ഈ മോണ്ടിസോറി മെത്തേഡ് പ്രകാരം കുട്ടികൾ ഏതാ എടുത്തേ? കുട്ടികൾക്ക് മനസ്സിലായി, അവർക്ക് ജോലി ചെയ്യാനുള്ള താല്പര്യം എന്ന് മനസ്സിലായി. ഓക്കെ, ഇപ്പൊ നമ്മുടെ എല്ലാ പിള്ളേരും 2.5 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെ നമ്മുടെ മക്കളായാലും ആരുടെ മക്കളായാലും എല്ലാവരുടെ ഉള്ളിലും ഇത് തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മക്കളെ നല്ല നല്ല ടോയ്സ് ഒക്കെ കൊടുത്ത് അവരുടെ ആ വളർച്ചയെ നമ്മൾ മുരടിപ്പിച്ച് കളയും. അപ്പൊ അവര് അതിലോട്ട് ഇഷ്ടം നമ്മൾ സ്വന്തം അവരെ അടിച്ചേൽപ്പിക്കലാണ്. ഒരു എന്തെങ്കിലും കഴിഞ്ഞ ഒരു നല്ലൊരു ഗിഫ്റ്റ് കൊടുത്താൽ അവർക്ക് അതിനോട്, പക്ഷെ അവർക്ക് അതിന് ചിന്തിക്കാനുള്ളത്, വർക്ക് ചെയ്യാനുള്ള ഒരു ഇത് നമ്മൾ കൊടുക്കണില്ല. അതാണ് മറിയ മോണ്ടിസോറി സ്കൂളിൽ കൊടുക്കുന്നത്. മറിയ മോണ്ടിസോറി മെത്തേഡ് പ്രകാരം ഇതൊക്കെ എവിടെ കിട്ടും? ഈ മോണ്ടിസോറി സ്കൂളില് ഇതൊക്കെ കിട്ടും. മോണ്ടിസോറി സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി ഈ ലവ് ഓഫ് വർക്ക് ആയാലും ലവ് ഓഫ് ഓർഡർ ആയാലും റിപ്പിറ്റീഷൻ ആയാലും അതിനൊക്കെ നല്ല ഒരു ഇത് ബേസ് ആക്കിക്കൊണ്ടാണ് ആ കുട്ടി പുറത്തേക്ക് വരുന്നത്. ആ കുട്ടി പിന്നീട് വളർന്നു വന്നാലും അതേ ഇതായിരിക്കും. ബേസ് കിട്ടിയാലല്ലേ കുട്ടിക്ക് ഇത് കിട്ടുള്ളൂ. അതാണ് മോണ്ടിസോറി സ്കൂളും സാധാരണ ഇതും തമ്മിലുള്ള വ്യത്യാസം. അതിലൊരു എക്സാമ്പിൾ മാത്രമേ പറഞ്ഞുള്ളൂ.
എത്ര ഇത് കൊണ്ടു കൊടുത്തത് എത്ര ഇതായാലും. അപ്പൊ ഇത് മറിയാം മോണ്ടിസോറിനെയാണ് അത്ഭുതപ്പെടുത്തിയത്, വിസ്മയിപ്പിച്ചു എന്ന് വെച്ചാൽ എന്താ, അത്ഭുതപ്പെടുത്തി. മറിയാം മോണ്ടിസോറിനെ അത്ഭുതപ്പെടുത്തി ഈ സംഭവം കണ്ടിട്ട്. പിള്ളേർക്ക് ടോയ്സ് ഒന്നും വേണ്ട, ഇത്രയും നല്ല പിടിപ്പുള്ള ടോയ്സ് ഒരു ഫ്രണ്ട് കൊണ്ട് കൊടുത്തിട്ട് ഇവരിതൊന്നും കൊടുക്കാണ്ടായപ്പോ അതില് മോണ്ടിസോറി അത്ഭുതപ്പെട്ടു പോയി. ഈ കുട്ടികൾ എന്തിങ്ങനെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതിൽ നിന്നൊക്കെ മറിയാം മോണ്ടിസോറി കണ്ടുപിടിക്കുകയാണ്, ഓരോന്നിനും ഓരോന്ന് കണ്ടുപിടിക്കുക. ലവ് ഓഫ് വർക്ക്, അതാണ് അത് ലവ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ചോദിക്കട്ടെ, ചോദിച്ചോ. മോണ്ടിസോറി ട്രെയിനിങ് കിട്ടിയ കുട്ടികളല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു ടോയ്സ് കൊടുത്താല് ടോയ് വെച്ച് കളിക്കാണ്ട് മെറ്റീരിയൽസ് വെച്ച് വർക്ക് ചെയ്യുന്നത്? അല്ലാണ്ട് നോർമൽ എല്ലാ പിള്ളേരും അങ്ങനെയാണെന്നല്ലല്ലോ പറയണേ. ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാ മോണ്ടിസോറി 2.5 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെ കുട്ടികളെ മോണ്ടിസോറി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാസാദി ബാമ്പിനി അവിടെ ഒരു സ്കൂള് തുടങ്ങി അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മറിയാം മോണ്ടിസോറി അല്ലെ. അതില് നിന്നുകൊണ്ട് മറിയാം മോണ്ടിസോറി പിള്ളേരിൽ നിന്നുകൊണ്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ മറിയാം മോണ്ടിസോറി പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മുടെ വീട്ടിലാണ് കുട്ടികൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ കുട്ടികള് നമ്മുടെ വീട്ടിലാണ്. ഇപ്പൊ ലവ് ഓഫ് വർക്കിന്റെ കാര്യം പറഞ്ഞു. ഇത് മോണ്ടിസോറി സ്കൂളിൽ അങ്ങനെ ആയതുകൊണ്ട് മറിയാം മോണ്ടിസോറിക്ക് മനസ്സിലായി കുട്ടികൾക്ക് കളിപ്പാട്ടത്തിനേക്കാളും കൂടുതൽ വർക്ക് ചെയ്യാൻ ഇഷ്ടം. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് 2.5 വയസ്സോ അല്ലെങ്കിൽ 6 വയസ്സിന്റെ ഇടയിലുള്ളത് കുട്ടി ഇരുന്ന് കളിക്കുകയാണ്. നമ്മളൊരു കളിപ്പാട്ടങ്ങൾ കുറെ കൊടുത്ത് കുട്ടികൾ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞ് അവിടെ ഇരുന്ന് വേറെ എന്തെങ്കിലും വെച്ച് ഒരു വീട് ഉണ്ടാക്കാനാ ഒരു എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് ഒബ്സർവ് ചെയ്യോ? നമ്മൾ നിരീക്ഷിക്കുക കുട്ടീനെ അങ്ങനെയാണെന്ന്. നമ്മളപ്പോ എന്ത് ചെയ്യും? അവിടുന്ന് പൊക്കിക്കൊണ്ടുവന്ന് കുട്ടീനെ വീണ്ടും ഈ കളിപ്പാട്ടങ്ങൾ അടിച്ചേൽപ്പിക്കും. കുട്ടി വീണ്ടും അത് വേണ്ടാന്ന് വെച്ച് പോയാൽ നമ്മൾ എങ്ങനെയെങ്കിലും ഇത് കൊടുക്കാനാ നമ്മൾ നോക്കുള്ളൂ അല്ലെ. നമ്മൾ ഇവരെന്താ അവിടെ പോയിരുന്ന് അവരെന്താ വർക്ക് ചെയ്തോട്ടെ അത് ചെയ്തോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുവോ? നമ്മൾ ചിന്തിക്കില്ല. അതാ വ്യത്യാസം. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് മറിയാം മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ ആണ്. അങ്ങനെയാണ് മറിയാം മോണ്ടിസോറി ഈ സ്കൂളുകളെ കുറിച്ചും ഈ കുട്ടികളെ പഠിച്ചതിന് ശേഷം ഓരോ പഠിക്കണം ഒരു കുട്ടി എന്ത് ചെയ്യണം അതിനെ കുറിച്ച് മറിയാം മോണ്ടിസോറി ഒബ്സർവ് ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇവിടം വരെ എടുക്കാനുള്ള ടൈം ഉള്ളൂ. ലവ് ഓഫ് വർക്ക് കുറെ എക്സ്പ്ലനേഷന് പറഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ്, ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ വീഡിയോ കാണുമ്പോഴും യൂട്യൂബിൽ കുറെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോളൂ. പിന്നെ ഇനി നമുക്ക് ഒരുപാടുണ്ട്. ഇത് മറിയാം മോണ്ടിസോറിയുടെ വെറും ഒബ്സർവേഷൻ മാത്രമേ ഉള്ളൂ. അസൈൻമെന്റ് ഡൗട്ട് ചോദിച്ചോ. കമന്റ് അസൈൻമെന്റിന്റെ എന്തോ ഡൗട്ട് പറഞ്ഞല്ല ചോദിച്ചോ. നമുക്ക് മെന്റൽ കോൺസെൻട്രേഷൻ ഞാൻ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ മെന്റൽ കോൺസെൻട്രേഷൻ വരെ എഴുതി. അപ്പൊ ഞാൻ കൺക്ലൂഷൻ ഇപ്പൊ കൊടുക്കണ്ടല്ലോ? നീയും വരുന്നില്ലേ നമുക്ക് അസൈൻമെന്റ് ചാപ്റ്ററിൽ തന്നെ? ഇനി നമുക്ക് അസൈൻമെന്റ് ഒക്കെ വരും. ഈ പാഠത്തിൽ നിന്ന് വരില്ല. ഇത് നമുക്ക് വരുന്നത് നെക്സ്റ്റ് മറിയാം മോണ്ടിസോറിനെ കുറിച്ച് ഒരുപാടുണ്ട് നമ്മുടെ അതിലേ വരുള്ളൂ. ഈ പാഠത്തിൽ അസൈൻമെന്റ് വരില്ല. അപ്പൊ മെന്റൽ കോൺസെൻട്രേഷൻ വരെ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ ഒരു 3 പേജ് കൂടിയോണ്ട് കുഴപ്പമില്ലല്ലോ അല്ലെ? ഇല്ല, കൂടിയ കുഴപ്പമില്ല. ഞാൻ മാക്സിമം 2 പേജ് പറഞ്ഞത് മാക്സിമം. ക്വസ്റ്റ്യൻസ് തിരിഞ്ഞില്ല അതിലിട്ടേക്കണത്. ഓക്കെ മാം, ഓക്കെ. അപ്പൊ നമുക്കത് എങ്ങനെ വേണം നമ്മുടെ ഐഡിയയിൽ എഴുതാം അല്ലെ? നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതിക്കോ, കുഴപ്പമില്ല. കാരണം ഇത് പിന്നീട് നിങ്ങൾക്കുള്ള ഒരു അസെറ്റ് ആണ്. നാളെ നിങ്ങൾ സ്കൂളിൽ പോയത് എവിടെയെങ്കിലും പോവുകയെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു അസെറ്റ് ആണ് നിങ്ങളെ കയ്യിലിരിക്കുന്നത്. ഓക്കെ, ഞങ്ങൾക്ക് ഇവിടെ വെറുതെ നിങ്ങളുടെ നോക്കി കണ്ടന്റ് വിചാരിച്ച് ഞങ്ങൾ മാത്രമേ സബ്മിറ്റ് ചെയ്യും. ഓക്കെ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 13 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് ഇതിന്റെ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, 3 ആഴ്ച 3 ആഴ്ച, 13 അല്ല 3 ആഴ്ച. ഇതിന്റെ ഇടയിൽ നിങ്ങൾ മാർക്ക് കിട്ടിയില്ല എന്ന് പറയരുത്. ഓക്കെ, ഇപ്പൊ എടുക്കുന്നത് കൂടി ആഡ് ചെയ്തുകൂടെ? കേട്ടില്ലല്ലോ, എന്താ പറഞ്ഞേ? ഇപ്പം എടുക്കുന്നത് ആഡ് ചെയ്യണ്ടേ? ഇപ്പൊ എഴുതി കഴിഞ്ഞാത്തവർ ഇപ്പൊ ആഡ് ചെയ്തോ. കാരണം ഇതൊക്കെ നമ്മുടെ മെന്റൽ കൺസിഡറേഷൻ ഉള്ളതാണ്. മറിയാം മോണ്ടിസോറിയുടെ മെന്റൽ കൺസിഡറേഷൻ ഉള്ളതല്ലേ. നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഈ പേജ് ഇല്ല, നമ്മള് 2 പേജ് കറക്റ്റ് നോക്കുള്ളൂ. ഇപ്പൊ ഒരുവിധം നമ്മൾ ഇവിടെ കണ്ടന്റ് എത്തിയിട്ടുണ്ട്. നമ്മള് ഇപ്പൊ ഫസ്റ്റ്
മറിയാം മോണ്ടിസോറിയെ കുറിച്ച് തന്നെ ഒബ്സർവേഷൻ എഴുതുമ്പോഴും മറിയാം മോണ്ടിസോറിയുടെ കണ്ടന്റ് എഴുതുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇതായി 2 പേജായി. ഇനി അതിൽ കൂടുതൽ കുഴപ്പമില്ല, സബ്മിറ്റ് ചെയ്തവർക്കും കുഴപ്പമില്ല. എല്ലാത്തവരുടെ കാര്യം ഞാൻ പറഞ്ഞത് സബ്മിറ്റ് ചെയ്തവർക്കൊന്നും കുഴപ്പമില്ല. മാം സബ്മിറ്റ് ചെയ്തു പോയി. ഒബ്സർവേഷന് പോയിന്റ് ബേസ് ചെയ്തണം. പോയിന്റ് ഒബ്സർവേഷൻ പോയിന്റ് ആയിട്ടാണോ എഴുതേണ്ടത്? അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതിക്കോ. പോയിന്റ് എഴുതാത്തവര് പോയിന്റിന്റെ അടുത്ത് അണ്ടർലൈൻ ചെയ്താലും മതി. എല്ലാത്തവരും പോയിന്റ് ആയിട്ട് എഴുതിക്കോ. മാം ഒരു ഡൗട്ടും കൂടെ, ഇതിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ 3-4-5 പേപ്പർ എഴുതി പോയെങ്കിൽ ഓരോന്ന് പേപ്പറായിട്ട് തന്നെ ഫോട്ടോ എടുത്ത് അങ്ങ് ചെയ്താൽ മതിയോ? കുഴപ്പമില്ലേ? അതോ PDF ആക്കി അങ്ങനെ ഒരുമിച്ചൊക്കെ ആക്കണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് നിങ്ങൾ ക്ലാസ് റൂമിൽ നിങ്ങളൊന്ന് ചോദിക്കാൻ, ക്ലാസ് റൂമിൽ ചോദിക്കാൻ പറ്റില്ലല്ലേ ചെയ്തിടാൻ? അത് അവിടെ ഒന്ന് മെസ്സേജ് ചോദിക്കണം. അത് വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഡിപ്പാർട്ട്മെന്റ് വേറെയാണ്. ഒന്ന് ചോദിച്ചോളൂ. മാം അതുപോലെ സബ്മിറ്റ് ചെയ്യുമ്പോ അസൈൻമെന്റ് മാമല്ലേ നോക്കട്ടെ. എന്താ നോക്കണത് ഞാനായിരിക്കും. നിങ്ങൾ ക്ലാസ് റൂമിൽ അത് സബ്മിറ്റ് ചെയ്താൽ മതി. കോഴ്സിന്റെ പേര് എഴുതണം മാം. നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പേര്, കോഴ്സിന്റെ പേര്, ഡേറ്റ് ഒക്കെ എഴുതണ്ട. അല്ല, അവരുടെ പേരൊക്കെ എഴുതണം. ഞാൻ പേര് മാത്രമേ എഴുതിട്ടുള്ളൂ. ഇനി എന്താ ചെയ്യാ? വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? പേര് മാത്രം മതി. കാരണം നിങ്ങളുടെ ക്ലാസ് റൂമിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽ ഫുൾ ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ നമ്പർ ഉണ്ടാവും. മാഡം ബട്ട് പേര് എഴുതിയില്ല. നേരത്തെ സബ്മിറ്റ് ചെയ്തു. പേര് ഓൾറെഡി അതിൽ വരൂലേ എന്തായാലും? ഞങ്ങളും പേര് എഴുതിയിട്ടില്ല. ഓക്കെ ഞാൻ അത് അന്വേഷിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. ചിലപ്പോൾ നാളെ നമുക്കൊരു ക്ലാസ് ഉണ്ടാവും. വീഡിയോയില് പേര് എഴുതണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതേ റൂളിലാ ചെയ്തേ. ഓക്കെ, അത് ഞാൻ അന്വേഷിച്ചിട്ട് നാളെ പറയാം കേട്ടോ. ഓക്കെ, ഞാനും പേര് എഴുതിയിട്ടില്ല. ഓക്കെ കുഴപ്പമില്ല, ഞാനത് ചോദിക്കാം. മിസ്സേ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ് എന്നാന്ന് പറയാവോ? ലാസ്റ്റ് ഡേറ്റ് ഇല്ല. നിങ്ങൾ ഈ ഒരു വർഷത്തെ കോഴ്സിൽ നിന്ന് തീരണം. അതിന് മുമ്പ് വരെ സബ്മിറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് അസൈൻമെന്റ് വരുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ടാണ് വേഗം അസൈൻമെന്റ് ചെയ്തോളാൻ പറഞ്ഞത്. ഓക്കെ, ഒരു കൊല്ലം നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റ് സമയം ഇപ്പോഴൊന്നല്ല, പക്ഷെ 3 ആഴ്ച കഴിഞ്ഞിട്ടാ മാർക്ക് ഇടുള്ളൂ എന്നാ പറഞ്ഞത്. അത് നിങ്ങൾ എന്ത് സബ്മിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ടുള്ള 3 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് മാർക്ക് വരും. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. പക്ഷെ എല്ലാ ടീച്ചർമാരും കൂടി ഒരുപാട് ഇങ്ങനത്തെ അസൈൻമെന്റ് തരുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടി ഒരു കൊളീഷൻ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പറ്റാവുന്ന സമയം അനുസരിച്ച് നമ്മുടെ അസൈൻമെന്റ് ഇട്ടേക്കാൻ പറഞ്ഞത്. ഓക്കെ മിസ്, അപ്പൊ ഇത് ഫസ്റ്റ് അസൈൻമെന്റ് ആണ്